നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് കർത്താവിനോടായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ നിൽപ്പാൻ കർത്താവേ ആയിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണം, സ്നേഹത്താൽ അളവില്ലാതെ നിറയ്ക്കണം. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. ഞങ്ങൾ ധ്യാനിക്കുന്ന വചനങ്ങൾ അത് കർത്താവെ ഞങ്ങൾക്ക് ബൗദ്ധികമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുപരി കർത്താവെ ആത്മീയമായിട്ട് അത് പ്രയോജനപ്പെടണം കർത്താവെ. ഞങ്ങളുടെ ഹൃദയപലകമേൽ അത് ഒരു വെളിപ്പാടായിട്ട്, അനുഭവമായിട്ട്, അനുസരണമായിട്ട് അവിടുന്ന് എഴുതി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മുന്നറിയിപ്പായിട്ട് കർത്താവെ അവിടുന്ന് തന്നെ അത് ഞങ്ങൾക്ക് ഗുണീകരണത്തിനും കർത്താവെ അവിടുത്തെ ആ തികഞ്ഞ പക്വതയിലേക്കും വളരുന്നതിനായിട്ട് കർത്താവെ ഞങ്ങൾക്കത് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രായോഗികമായുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് കർത്താവെ അത് കർത്താവെ ഒപ്പിയെടുക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ പരിണാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങൾ കുറയണം. അതേ കർത്താവ് ഞങ്ങൾ കുറഞ്ഞ് ഇല്ലാതാകട്ടെ. അവിടുന്ന് വളർന്ന് എല്ലാമായി തീരട്ടെ. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമുക്ക് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആഴ്ചകളായിട്ട് തങ്ങി നിൽക്കുകയാണ്. സമാഗമന കൂടാരം. ഈ സഹോദരൻ എങ്ങനെ പൂച്ച എങ്ങനെ ഇട്ടാലും നാല് കാലം എന്ന് പറഞ്ഞതുപോലെ വെളിപ്പാടായാലും പുറപ്പാടായാലും ഈ സഹോദരന് സമാഗമന കൂടാരേ ഉള്ളൂ എന്ന് നിങ്ങൾ സഹോദരങ്ങൾക്കെല്ലാം അറിയാം. അതായത് ഞാൻ സമാഗമന കൂടാരം എന്ന് കിട്ടുന്ന പറയാൻ കാരണം അവിടെ സമാഗമന കൂടാരമായിട്ട് ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ മേഘസ്തംഭവും അഗ്നിത്തൂണും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പ്രയാണം ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതാ നമ്മൾ പുറപ്പാട് പുസ്തകം അവസാനത്തെ വാക്യങ്ങളിൽ അതാ നമ്മൾ വായിക്കുന്നത്. നമ്മൾ വെളിപ്പാടിൽ നിന്ന് പുറപ്പാടിലേക്ക് പോവുകയാണെങ്കിൽ വെളിപ്പാട് മുതൽ പുറപ്പാട് വരെ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും അത് നമുക്കത് പ്രയോജനമുള്ള കാര്യമാണല്ലോ. നമ്മൾ ചില വചനങ്ങളിൽ തങ്ങി നിൽക്കുമ്പോൾ, ഉടക്കി നിൽക്കുമ്പോൾ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ അധ്യായം, അതായത് എക്സോഡസ്, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. കുഞ്ഞു പിള്ളേർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണ് എൻ്റെ ആഗ്രഹം. അതായത് എക്സോഡസ്, പുറപ്പാട് പുസ്തകം, അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് റെഫറൻസ് എഴുതി പെട്ടെന്ന് ആ വേഴ്സ് റെഫറൻസിലോട്ട് പോകുന്നു. അപ്പം വേഴ്സ് റെഫറൻസ് എവിടെ? പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം, എൻ്റെ അവസാനത്തെ അധ്യായം. ആ ഒരു വേഴ്സ് റെഫറൻസ് എഴുതി പെട്ടെന്ന് തന്നെ ആ വേഴ്സിലോട്ട് അങ്ങ് പോകണം. ഓക്കെ, ഞാനിവിടെ എൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ആണല്ലോ. അപ്പം അവരോടായിട്ടും കൂടെ പറയുവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബാധകമാണല്ലോ. നമ്മുടെ റെഫറൻസ് പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് ആ വചനത്തിലേക്ക് അങ്ങ് നോക്കുമ്പോൾ നമുക്ക് ആ വചനമാകുന്ന കണ്ണാടിയിൽ കർത്താവിൻ്റെ തേജസ്സിനെ കാണുമ്പോൾ അത് ദൈവം നമുക്ക് കാര്യങ്ങളെ കൂടുതൽ ഹൃദയസ്ഥമാക്കി തരും. നമ്മൾ പറയുന്നത് കേൾക്കണം, ആ റെഫറൻസ് എഴുതണം, അതിൻ്റെ ജിസ്റ്റും എഴുതാം. അതിൻ്റെ കൂടെ തന്നെ വചനത്തിൻ്റെ റെഫറൻസും കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ആ വചനത്തിലും കൂടെ കാണുമ്പോൾ ആ കാര്യങ്ങളെ നമുക്ക് കൂടുതലായിട്ട് അത് വെളിപ്പെട്ട് കിട്ടുവാൻ ഇടയാകും. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 40-ാം അധ്യായത്തിൽ മോശ പ്രവൃത്തി പൂർത്തിയാക്കിയെന്ന് 33-ാമത്തെ വാക്യത്തിൻ്റെ 33rd വേഴ്സിൻ്റെ അവസാനം പറയുന്നുണ്ട്. സമാഗമന കൂടാരമൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയെല്ലാം കർത്താവ് പറയുന്ന പ്രകാരം തന്നെ ജസ്റ്റ് ആസ് ദ ലോർഡ് ഹാഡ് കമാൻഡഡ് മോസസ്, ജസ്റ്റ് ആസ് ദ ലോർഡ് ഹാഡ് കമാൻഡഡ് മോസസ്, ജസ്റ്റ് ആസ് ദ ലോർഡ് ഹാഡ് കമാൻഡഡ് മോസസ് എന്ന് അനേക തവണ ഈ 40-ാം അധ്യായത്തിലും 39-ാം അധ്യായത്തിലുമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം അങ്ങനെ അതുപോലെ ദൈവം പറഞ്ഞ പ്രകാരം എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ചെയ്തു, സ്വന്തം ബുദ്ധിയിലൊന്നും ഊന്നാതെ കർത്താവിൻ്റെ വചനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വചനപ്രകാരം ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവ് കാണിച്ച മാതൃക പ്രകാരം എല്ലാം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? അതോ നമ്മുടെ കുടുംബജീവിതം, നമ്മളുടെ പഠിത്തം, നമ്മുടെ സ്റ്റഡീസിൻ്റെ കാര്യം വരുമ്പം കർത്താവിൻ്റെ വചനത്തിനാണോ മുൻതൂക്കം? അതോ നമ്മളുടേതായ ചില പ്രയോറിറ്റീസും മുൻഗണനകളും ഒക്കെയാണ് നമ്മുടെ പ്രോജക്റ്റ് വർക്കും നമ്മളുടേതായ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വചനത്തിനായിട്ട് നമുക്കൊരു മുൻതൂക്കമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു മുൻഗണനയുണ്ടോ? അപ്പോൾ അങ്ങനെ കർത്താവ് പറഞ്ഞു കൊടുത്ത ആ മാതൃക, കാണിച്ചു കൊടുത്ത ആ മാതൃക പ്രകാരം മോശ എല്ലാം ചെയ്തപ്പോഴാണ് മേഘമായിട്ട് തേജസ്. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. അതിൻ്റെ 34-ാമത്തെ വാക്യം വായിച്ചോ? എക്സോഡസ് ചാപ്റ്റർ 40 വേഴ്സ് 34. മേഘം സമാഗമന കൂടാരത്തിൽ മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട്
അത് കഴിഞ്ഞിട്ട് ഉള്ള വാക്യം ഞാനിപ്പോൾ വായിക്കാൻ വന്നതിൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് വായിച്ചതേ ഉള്ളൂ. 36-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം പുറപ്പെടും, മേഘം ആ തിരുനിവാസത്തിൽ നിന്ന്. അതൊരു പോർട്ടബിൾ മോഡൽ ഓഫ് ടെമ്പിൾ ആയിരുന്നു. പിന്നീട് സലോമോനൊക്കെ പണിത യെരുശലേം ദേവാലയം ഈ ഒരു സമാഗമന കൂടാരത്തിന്റെ മാതൃകയിലായിരുന്നു. എന്നാൽ ഈ സമാഗമന കൂടാരം, മോശ പണിത ഈ സമാഗമന കൂടാരം ഒരു പോർട്ടബിൾ ആയിരുന്നു. പോർട്ടബിൾ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതായിരുന്നു. അപ്പം അങ്ങനെ ഈ സമാഗമന കൂടാരമായിട്ടാണ്, അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ഓരോ കൊളുത്തുകളും ഓരോ റോഡ്, ആ കൊളുത്തുകളുടെ ഉള്ളിലൂടെ റോഡ് അതിങ്ങനെ ക്യാരി ചെയ്യാൻ തക്കവണ്ണം ഒക്കെയുള്ള ഓരോ കാര്യങ്ങളുമൊക്കെ ആ സമാഗമന കൂടാരത്തിൻ്റെ പണി നമ്മൾ പുറപ്പാട് പുസ്തകം 26 മുതലുള്ള അധ്യായങ്ങൾ വായിക്കും, നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം ഈ മേഘം, ദൈവത്തിന്റെ തേജസ്, മേഘം വന്ന് മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. അങ്ങനെ ആ മേഘം ഉയരുമ്പോൾ, മേഘം തിരുനിവാസത്തിൽ മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. കൻ യു ഇമാജിൻ? ടാബർനാക്കിളിന്റെ മേലെ ഈ ക്ലൗഡ്, ദൈവത്തിന്റെ തേജസ്. അപ്പൊ ആ മേഘം മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ആ ക്ലൗഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, ആ ഗ്ലോറി മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവര് മുമ്പോട്ട് നീങ്ങിയത്. അത് എന്തിൻ്റെ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ സഹോദര എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഉള്ള അതൊരു നിഴല് മാത്രമായിരുന്നു. പഴയ നിയമം ഒരു നിഴല് മാത്രമായിരുന്നു. പൊരുൾ ക്രിസ്തുവിലാണെന്ന് നമ്മൾ കൊളോസ്യർ 2:17 വായിക്കുന്നുണ്ട്. ദ ഷാഡോ വാസ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് വാസ് ജസ്റ്റ് എ മിയർ ഷാഡോ, ദ സബ്സ്റ്റൻസ് ബിലോങ്സ് ടു ക്രൈസ്റ്റ് എന്ന് എവിടെ വായിക്കുന്നത്? കൊളോസിയൻസ് 2:17. അത് നോട്ട് ചെയ്തിടാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മേഘം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ദൈവത്തിന്റെ തേജസ് നമ്മളിലൊന്ന് നിറയുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ. ദൈവം തന്നെ തൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് നമ്മളെ ഒന്ന് നിറയ്ക്കുന്നു. എപ്പോഴാണ് നിറയ്ക്കുന്നത്? ദൈവത്തിന്റെ വചനപ്രകാരം നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ. മോശ ദൈവത്തിന്റെ വചനത്തിന് സമ്പൂർണ്ണമായിട്ടും കീഴടങ്ങി കൊടുത്തു. മോശ അതുപോലെ ദൈവത്തിന്റെ വചനം, ദൈവം എന്ത് പറഞ്ഞു, ദൈവം എന്ത് കാണിച്ചു കൊടുത്തു, എൻ്റെ ഇഷ്ടം പോലെ അല്ല, അവിടുത്തെ വചനം പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് മോശ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് മോശയിലൂടെ ദൈവം ചെയ്ത ആ സമാഗമന കൂടാരത്തിന്റെ മേല് ആ ഒരു തേജസ് വന്ന് നിറയാനായിട്ട് സാധിച്ചത്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ജീവനുള്ള യാഗമായിട്ട്, ഒരു ഹനനയാഗമായിട്ട്, ഹോമയാഗമായിട്ട്, ബേൺഡ് ഓഫറിംഗ് ആയിട്ട്, ഹനനയാഗം എന്നുള്ളതിന്റെ വേറൊരു പേര് ഹോമയാഗം എന്ന് വെച്ചാൽ ബേൺഡ് ഓഫറിംഗ് ആയിട്ട് നമ്മെ തന്നെ അങ്ങ് പ്രത്യേകമായിട്ട് സമർപ്പിക്കുമ്പോൾ, റോമർ 12:2 1-2 വാക്യങ്ങളിൽ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. റോമർ 12:1-2 വാക്യങ്ങൾ നമുക്കറിയാം അല്ലേ? ലിവിങ് സാക്രിഫൈസ് ആയിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളിൽ ഒന്ന് നിറയുന്നതും. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ഈ വെളിപ്പാടിന്ന് പുറപ്പാടിലോട്ട് വന്ന റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെ വന്നേ? ഈ വെളിപ്പാട് 21:8 നമ്മൾ കുറച്ച് നാള് അവിടെ ഇരിക്കാൻ കാരണം മേഘം പൊങ്ങുന്നില്ല, മേഘം ഉയരുന്നില്ല. മേഘം ഉയരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലായാലും നമ്മൾ പ്രായോഗിക ജീവിതത്തിലായാലും ചില വചനങ്ങൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ദൈവം ലീഡ് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ഓരോ കാര്യത്തിൽ, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ, ഈ കാര്യങ്ങൾ ഇപ്പം വാങ്ങണോ, അത് ഇപ്പം വേണ്ടേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയോ, അല്ലെങ്കിൽ ഈ സഹോദരനെ ഇപ്പം വിളിക്കണോ, അല്ലെങ്കിൽ ഇപ്പം വിളിക്കണ്ടേ, ഇപ്പോൾ ഒരു ട്രാക്റ്റ് ഈ ഒരു പേഷ്യൻറ്റിനെ, ക്ലയൻറ്റിനെ കൊടുക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കർത്താവിനെ കുറിച്ച് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു, അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നു. നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നമ്മൾ ഇടപെടുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ലീഡിങ്, അത് പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാവുന്നത്. നമ്മളൊരു നല്ല മനസാക്ഷിയോടെ മുമ്പാകെ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുമ്പോൾ ആത്മാവിന്റെ ചിന്ത ജീവന സമാധാനം എന്ന് എവിടെ പറയുന്നത്? ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഇസ് ലൈഫ് ആൻഡ് പീസ് എന്ന് എവിടെ പറയുന്നത്? വെരി ഗുഡ്. റോമൻസ് 8:6, റോമർ 8-ാം 6-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ ഒരു ജീവനും ഒരു സമാധാനവും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതീകമാണ് നമ്മളിവിടെ കാണുന്നത്. തിരുനിവാസത്തിന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. അതുകൊണ്ട് 37-ാമത്തെ വാക്യം, പുറപ്പാട്. കറന്റ് ലൊക്കേഷൻ എവിടെ ഇപ്പം? പുറപ്പാട്. എക്സോഡസ് 40, ചാപ്റ്റർ 40, 40-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം, മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. മേഘം ഉയരുന്നതും കാത്ത് അവിടെ അങ്ങ് താവളം പിടിക്കും. എത്ര പേരാ അത് 20 ലക്ഷത്തോളം, അത്രയും ലക്ഷങ്ങൾ വരെയുള്ള ജനങ്ങൾ എന്നുള്ളൊരു കാൽക്കുലേഷനാണ് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
ഇസ്രായേലരുടെ സകല പ്രയാണങ്ങളിൽ അവരെല്ലാവരും കാണുകയും പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. അത് മേഘസ്തംഭവും അഗ്നിസ്തംഭവും അല്ലെങ്കിൽ മേഘത്തൂണും അഗ്നിത്തൂണും. സ്തംഭം എന്ന് പറഞ്ഞാൽ പില്ലർ, തൂണ്, പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് പില്ലർ ഓഫ് ഫയർ നമ്മൾ പറയുന്നത്. അപ്പം ഞാനത് ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് തന്നെ പറഞ്ഞപ്പോൾ അത് വചനത്തിൽ എവിടെയോ ആരോ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമുക്ക് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം കുറച്ചുകൂടി ഒന്ന് അറിയേണ്ടതിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇനി വന്നതാണ്. നമ്മൾ തിരിച്ച് നമ്മൾ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? പുറപ്പാട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വെളിപ്പാടിലേക്ക്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എവിടെ അത് എൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ എങ്ങനെ? കർത്താവ് രണ്ടാമതിഞ്ഞ് വരാൻ നാളുകളങ്ങ് അടുത്തു. ലോക ഭരണാധികാരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് ട്രംപ് ഇന്ന് പുതിനെ കാണുന്നു, പിന്നെ ചൈനീസ് പ്രസിഡന്റ്, റഷ്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ്, ഇവരെല്ലാം കൂടെ ചേർന്ന് എന്തൊക്കെയാണ് നടക്കുന്നത്? കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉരുത്തിരിഞ്ഞ് വരും. അതിനിടയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നീക്കം നടത്തുന്നു, ഗാസ പിടിച്ചെടുക്കുന്നോ എടുക്കുന്നോ എന്തൊക്കെയൊക്കെ കാണുന്നു. എല്ലാത്തിനും ഒരു കാര്യങ്ങളെല്ലാം അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമാവുന്നു. ഒരു സുപ്രഭാതത്തിൽ രണ്ട് രാജ്യങ്ങൾ അതുവരെ ശത്രുക്കളെ പോലെ അകന്നിരുന്ന രാജ്യങ്ങളൊക്കെ അടുക്കുന്നു. ഇതെല്ലാം കൂടെ എങ്ങനെയൊക്കെ ആയിത്തീരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ ഇതെല്ലാം കൂടെ ഒരു ഏകലോക ഭരണാധികാരിയുടെ വരവിലേക്ക് കാര്യങ്ങളെല്ലാം അങ്ങ് നീങ്ങുവാണ്. എല്ലാ ലോകത്തെ മൊത്തവും ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു ഏകലോക ഭരണാധികാരിയായ ക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ വരാൻ ഏറ്റവും സമയമായി. അതിനുശേഷം ആ ക്രിസ്തുവിൻ്റെ 7 വർഷക്കാലം ഭരണം, അതിൽ 3.5 വർഷക്കാലം കഴിയുമ്പോഴത്തേക്കും ക്രിസ്തു ഇസ്രായേലുമായിട്ടുണ്ടാക്കിയ ആ ഒരു കരാറൊക്കെ ലംഘിച്ചുകൊണ്ട് താൻ തന്നെ ദൈവമായിട്ട് ചെന്ന് യെരുശലേം, അപ്പോൾ പണിയപ്പെടുന്ന യെരുശലേം ദേവാലയത്തിൽ ചെന്ന് അതിനെ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങളും ഒക്കെ നമ്മൾ വെളിപാട് പുസ്തകം ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അതിനുശേഷം ഇസ്രായേലിനെതിരെ ക്രിസ്തുവിൻ്റെ ക്രോധം, സാത്താന്റെ ക്രോധം ക്രിസ്തു എന്ന ഒരു മനുഷ്യനിലൂടെ വെളിപ്പെടുന്നു. അങ്ങനെ ഒരു 3.5 വർഷക്കാലം ഇസ്രായേലിനെതിരെ കോപമായിരിക്കും. ഇസ്രായേലിനെ കിട്ടാത്തപ്പോഴത്തേക്കും ഇസ്രായേലിനെ ദൈവം കൊണ്ട് സംരക്ഷിക്കുന്ന ഒരു കാര്യമൊക്കെ വെളിപാട് 12-ാം അധ്യായത്തിന് അവസാനം നമ്മൾ കാണുന്നുണ്ട്. ദൈവം എയർലിഫ്റ്റ് ചെയ്തെന്ന വണ്ണം കഴുകുകളുടെ ചിറകിന്മേലെ ചെന്ന് അവരെ ഒരിടത്തേക്ക് കൊണ്ടുപോയി പരിപാലിച്ചു എന്നൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകം 12-ന്റെ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ സ്ത്രീക്ക്, അതായത് ഇസ്രായേൽ ആകുന്ന സ്ത്രീക്ക് മരുഭൂമിയിൽ, വെളിപാട് 12-ന്റെ 14 ഞാൻ വായിക്കുന്നത്. റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 14. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ എയറോപ്ലെയിനിൽ കയറിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നത്. അവിടെ അവളെ ഏതൊരു സ്ഥലത്ത് അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും, 1 കാലം 1 വർഷം, പിന്നെ 2 വർഷം. ഇപ്പം ആ 1 കാലം കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ഈവൻ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവവികാസം ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ദൈവം 3.5 വർഷവും അങ്ങ് പെട്ടെന്ന് പറയാതെ പരിശുദ്ധാത്മാവും 1 കാലവും പിന്നെ 2 വർഷം പിന്നെ 1/2 വർഷം. അത് 1 കാലവും 2 കാലവും അരക്കാലം എന്ന് പറയുമ്പോൾ എത്രയായി? 3.5 വർഷമായി. അങ്ങനെ പോറ്റി രക്ഷിച്ചു. അപ്പോഴത്തേക്കും ഈ ഡ്രാഗൺ, അതായത് സാത്താൻ അങ്ങ് കോപം പൂണ്ട് ഈ സ്ത്രീയുടെ ബാക്കി സന്തതികളായ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും, 17-ാമത്തെ വാക്യം, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, അതായത് ഇസ്രായേലിനോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട്. ഏത് വാക്യമാണ് ഞാനിപ്പം വായിക്കുന്നത്? വെളിപാട് 12-ന്റെ 17-ാമത്തെ വാക്യം, 12:17, ലാസ്റ്റ് വേഴ്സ്. അപ്പം ഈ സ്ത്രീയോട്, ഇസ്രായേലിനോട് കോപിച്ചിട്ട് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷിയുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്ത് മണലിന്മേൽ നിന്നു. അപ്പം ശേഷം സന്തതികൾ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവമക്കള്, ദൈവകൽപ്പന അനുസരിക്കുന്നവരായിട്ടുള്ള ഇസ്രായേലിൻ്റെ ശേഷം സന്തതികൾ, ഇസ്രായേൽ മക്കളെ കിട്ടാത്തപ്പം പിന്നെ ഇസ്രായേലിൻ്റെ ആത്മീയ സന്തതികൾ ആയിട്ടുള്ള എബ്രഹാമിൻ്റെ ആത്മീയ സന്തതികളാണ് നമ്മൾ സഭ, ക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവർ. അവരിലേക്ക് ഈ മഹോപദ്രവം ഒരു 3.5 വർഷക്കാലം ഉണ്ടാവുന്നത്, മഹോപദ്രവത്തിലൂടെ സഭ കടന്നുപോയി.
പിന്നെ അതിനുശേഷമാണ് കർത്താവിൻ്റെ വെളിപ്പെടൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. കർത്താവ് രണ്ടാമത്തെ വന്ന് 1000 വർഷക്കാലം ഒരു ഭരണം, 1000 വർഷക്കാലം ഭരണത്തിൻ്റെ സമയത്ത് ഈ ചില അതിഥികളൊക്കെ വരുമ്പോൾ പട്ടിയെ പിടിച്ച് കൂട്ടിലിടുന്നെന്ന് പറയുന്നത് പോലെ 1000 വർഷക്കാലം ഭരണം വരുമ്പം ആരെ പിടിച്ച് കൂട്ടിലിടുന്നേ? സാത്താനെ പിടിച്ച് എവിടെ ഇടും? അഗാധത്തില്, എബിസില്, അഗാധത്തില് 1000 വർഷക്കാലം ഇടുമെന്നാണ് നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിച്ച്. 1000 വർഷക്കാലം കഴിയുമ്പോൾ ഈ സാത്താനെ തുറന്നു വിടുമ്പം അവൻ പിന്നെ ആൾക്കാരെ കലക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി പോവും. പല ആൾക്കാരും പിന്നെയും മണ്ടന്മാരായിട്ട് ഈ സാത്താൻ്റെ കൂടെ കൂടി അവരെല്ലാം പിന്നെ അവരെല്ലാം ന്യായവിധിയിലേക്ക് ചെന്ന് ഒടുങ്ങുന്നതായിട്ടുള്ള കാര്യം നമ്മൾ കാണുന്നത് ആ ഒരു വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ. യുനോ അഗ്നി വന്ന 9-ാമത്തെ വാക്യം, വെളിപാട് 20-ന്റെ 9-ാമത്തെ വാക്യത്തിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. ഈ ദൈവമക്കൾക്കെതിരായിട്ട് തിരിഞ്ഞവരെ, കർത്താവിനെതിരായിട്ട് ദൈവമക്കൾക്കെതിരായിട്ട് തിരിഞ്ഞവരെ ദഹിപ്പിച്ച് കളയും. അവരെ വഞ്ചിച്ച് സാത്താൻ എങ്ങോട്ട് പോവും? തീപ്പൊയ്കയിലോട്ട് പോവും. നമ്മൾ എപ്പോഴും കൂടെ എംഫസൈസ് ചെയ്യുന്നൊരു വാക്യം ഉണ്ടായിരുന്നു. ഏതാ? വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യം. സാത്താനെ സീറ്റ് പിടിച്ചിട്ടുണ്ട് ആരാ? ഏത്? ക്രിസ്തു, കള്ളപ്രവാചകന്. ഈ ചിലര് ബസ്സിൽ ആദ്യമേ കയറി കൂടെ ഉള്ളവർക്ക് സീറ്റ് പിടിച്ചിടുന്നതൊക്കെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞതുപോലെ 1000 വർഷക്കാലമായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുക ആരാ? കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവോ ഞങ്ങളുടെ കൂട്ടുകാരനെ കണ്ടില്ലല്ലോ, ഞങ്ങൾ ഇത്ര നാൾ നയിച്ചവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ദൈവം വന്ന് ടപ്പെന്ന് പറഞ്ഞ് വീഴുന്ന ആരാ? സാത്താൻ വന്ന് പ്ലിങ് എന്ന് പറഞ്ഞ് ഈ അഗ്നിപൊയ്കയിലോട്ട് വീഴും, ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന അവിടെ വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അങ്ങനെ എന്നേക്കും അവര് രാപ്പകല് ദണ്ഡന സഹിക്കേണ്ടി വരും. അതിനുശേഷം കർത്താവ് അവിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. വിശ്വാസികൾ കർത്താവിനെ കണക്ക് കൊടുക്കുന്നതൊക്കെ 1000 വർഷക്കാലത്തിന് മുമ്പ്. അത് നമ്മൾ വെളിപാട് 11-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ആ വചനഭാഗമൊക്കെ 11-ന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൊക്കെ കണ്ടായിരുന്നു. 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം അവിശ്വാസികളുടെ ന്യായവിധി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചവും ഈ ഭൂമിയും എല്ലാം അഗ്നിക്കിരയാകും. 2 പത്രോസ് 3:10. അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമി, അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ സ്വർഗവും എന്നും കൂടെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ന്യൂ ഹെവൻ, ഔറാനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ സ്വർഗവും, അതായത് പുതിയൊരു പ്രപഞ്ചം. ഈ 1-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ കാണുന്ന പ്രപഞ്ചമാണ്. അപ്പോൾ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും ഒക്കെ ആയിരിക്കും. ആ ഭൂമിയിലെ സമുദ്രം ഉണ്ടായിരിക്കത്തില്ലെന്നൊക്കെ വെളിപാട് 21-1 നമ്മൾ വായിച്ചു. അതിനുശേഷം ഒരുക്കപ്പെട്ട കാന്തയെക്കുറിച്ച് വായിക്കുന്നു. കർത്താവ് നമ്മളോടുകൂടെ വസിക്കുന്ന ആ ഒരു സമാഗമന കൂടാരത്തിന്റെ സ്വസ്ഥതയെക്കുറിച്ചൊക്കെ വെളിപാട് 21-ന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. നമ്മുടെ കണ്ണുനീരെല്ലാം കർത്താവ് തുടച്ച് കളയുന്നു. വെളിപാട് 21-ന്റെ 4-ൽ വായിക്കുന്നു. എല്ലാം കർത്താവ് പുതുതാക്കി തീർക്കുന്നു. 5-ാമത്തെ വാക്യം കർത്താവ് എല്ലാം ചെയ്ത് തീർത്തിരിക്കുന്നു. 6-ാമത്തെ വാക്യം ആൽഫ ആൻഡ് ഒമേഗ, എ ടു സെഡ്. പിന്നെ കർത്താവ് ഇതെല്ലാം ഈ വലിയ പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ ആരാ അവകാശമാക്കുന്നേ? 7-ാമത്തെ വാക്യം ജയിക്കുന്നവർ. ആ ജയിക്കുക എന്നുള്ള വാക്ക്, നിക്കാവ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടല്ലോ. പിന്നെ ആർക്കാ ഇത് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അത് 8-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു ലിസ്റ്റ് കണ്ട് ആ ലിസ്റ്റിൽ നമ്മൾ തട്ടി ഉടക്കി നിൽക്കുമായിരുന്നു. അവിടെയാണ് മേഘം പൊങ്ങാതിരുന്നതുകൊണ്ട് നമ്മൾ ആ ലിസ്റ്റിൽ കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ ഒക്കെ കാണുകയായിരുന്നു. എന്തൊക്കെയാ? ഭീരുത്വത്താൽ നമ്മൾ അടിമപ്പെട്ട് മറ്റ് മനുഷ്യരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എൻ്റെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും, എൻ്റെ ചർച്ചക്കാരെന്ത് വിചാരിക്കും, എൻ്റെ അയൽവക്കത്തുകാരെന്ത് വിചാരിക്കും, എൻ്റെ സഹോദരങ്ങൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ മറ്റ് മനുഷ്യരുടെ അഭിപ്രായങ്ങളുടെ ഒരു ബന്ധനാവസ്ഥയിലാണെങ്കിൽ അത് നമ്മൾ അതിൽ തന്നെ തുടർന്ന് ഹൃദയം കഠിനപ്പെട്ട് കർത്താവിനെ തന്നെ തള്ളിപ്പറഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് വീണുപോയി അങ്ങനെ അങ്ങ് പോയാൽ രക്ഷ നഷ്ടപ്പെട്ട് ഗന്ധക പൊയ്കയിലേക്കുള്ള യാത്രയിലായിരിക്കും നമ്മൾ. അപ്പോൾ ആ ഒരു ഭീരുത്വത്തിൻ്റെ നരകത്തിലേക്ക് പോകുന്നവരുടെ നിത്യമായിട്ടുള്ള ആ തീപ്പൊയ്കയിലേക്ക് പോകുന്നവരുടെ ഭീരുത്വം, ടിമിഡിറ്റി, ഫിയർ, ആ ഒരു അൺഹെൽത്തി ഫിയർ, അതിൻ്റെ ഒരു തരി പോലും, അതിൻ്റെ ഒരു തരി പോലും കണം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. അപ്പം ആ ഒരു ഭീരുക്കളായിട്ടുള്ളവർ അവരൊക്കെ 2-ാമത്തെ മരണം കത്തുന്ന തീപ്പൊയ്കയിലോട്ട് പോകുന്നതെന്ന അവിടെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ച് കണ്ടില്ലേ? വെളിപാട് 21-ന്റെ കറണ്ട് ലൊക്കേഷൻ എവിടെ എത്തി? വെളിപാട് 21-ന്റെ 8-ാമത്തെ വാക്യം. അപ്പം ഭീരുത്വത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. പിന്നെ അവിശ്വാസികൾ. അപ്പം അവിശ്വാസികളിൽ നിന്നും വിശ്വാസമില്ലാത്തവർന്നും അവിശ്വസ്തർന്നും ആ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദമാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിലുള്ള കർത്താവിൻ്റെ മേലുള്ള വിശ്വാസവും വിശ്വസ്തതയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. പിസ്റ്റിസ് എന്നുള്ള ആ ഒരു വാക്കാണ് അവിടെ വിശ്വസ്തത എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് വിശ്വാസം എന്നാണ് അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. വിശ്വസ്തത എന്നുള്ളൊരു മീനിങ്ങും കൂടെ അതിനുണ്ട്. അപ്പം വിശ്വാസവും വിശ്വസ്തതയെല്ലാം ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ബോത്ത് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഗലാത്യർ 5:22-23 നമ്മൾ എപ്പോഴും കാര്യങ്ങൾ പറയാറുണ്ട്. ആ വിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ, ആ ഒരു അറയ്ക്കപ്പെടുന്ന തരത്തിലുള്ള
പാപത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചു. കൊലപാതകന്മാർ, ഇവൻ കോപമാണ് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്, കോപിക്കുന്നത് കൊലപാതകത്തിൻ്റെ കുറ്റത്തിന് അവന് അതുപോലെ കുറ്റക്കാരനാണ്, കൊലപാതകം ചെയ്യുന്നവൻ എന്ന പോലെ കുറ്റക്കാരനാണെന്നുള്ള കാര്യമൊക്കെ ആരാ പറഞ്ഞേ? യേശു കർത്താവ് പറഞ്ഞു. എവിടെ? മത്തായി 5:21 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദുർനടപ്പുകാർ, ഇമ്മോറൽ പീപ്പിൾ, അതും ആ ഒരു ഇമ്മോറൽ, ഈ സെക്ഷൽ പെർവേർഷൻസ്, പിന്നെന്താ സെക്ഷൽ ഇമ്മൊറാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന അബോമിനബിൾ, അറക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ആ സെക്ഷൽ പെർവേർഷൻസ്, ആ ഒരു ലൈംഗിക വൈകൃതങ്ങൾ, ഇനോ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെയുള്ള ലൈംഗിക വൈകൃതങ്ങളല്ല എന്ന് ലോകവും ശാസ്ത്രവും എന്ന് പറയുന്ന ആൾക്കാരുമൊക്കെ എല്ലാം അങ്ങ് നോർമല, അതിന് നോർമല, ഇതിന് നോർമല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ അറക്കപ്പെടുന്ന കാര്യങ്ങളും പിന്നെന്താ, പിന്നെ ദുർനടപ്പ്, ആ ഒരു ലൈംഗിക പാപങ്ങളും, അതെല്ലാം അത് അങ്ങനെയുള്ളവരെല്ലാം അങ്ങനെയുള്ളവർ ഏതൊരു പാപത്തിൽ വീണുപോയിട്ടുള്ളവരോ അതിൽ തന്നെ പ്രവർത്തിച്ചിരുന്നായിരുന്നെങ്കിലും മാനസാന്തരപ്പെട്ട കർത്താവ് നമ്മെ സ്വീകരിക്കും. പക്ഷേ നമ്മൾ ആ വാക്യമൊക്കെ നമ്മൾ വായിച്ചു. 1 കൊരിന്ത്യർ 6 എത്ര വലിയ പാപമായിരുന്നാലും അങ്ങനെയൊക്കെയുള്ളവരായിരുന്നു നിങ്ങളിൽ പലരും, നിങ്ങളിൽ ചിലരും. അതാ നമ്മൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച നമ്മൾ ആ വാക്യം വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങളിൽ ഒരു പാപികളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങളിലേക്ക് നമ്മളിപ്പം വന്നു. അവിടെ എന്താ? വിഗ്രഹാരാധികൾ, ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ. വാവിഷ്ഠാനക്കാർ എന്ന് പറയുമ്പോൾ കടിച്ചപ്പൊട്ടൊക്കെ ഇത് എന്താന്ന്, എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ റിവൈലേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദുഷിക്കുന്നവർ, അതാ വാവിഷ്ഠാനക്കാർ. പിന്നെ പിടിച്ചുപറിക്കാർ, സ്വിൻഡ്ലേഴ്സ് എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്നാൽ എന്താ അതിൻ്റെ 11ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. നിങ്ങളെല്ലാം വലിയ കേമന്മാരാ എന്നുള്ളതെല്ലാം, നമ്മളെല്ലാവരും ഏതോ വകയിലുള്ള എല്ലാ പാപങ്ങളിലൊക്കെ ഉള്ളവരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പം ഏതൊരു അവസ്ഥയിലുള്ള ഒരാളും കർത്താവ് പാപികളെ തേടിയാണ് വന്നത്. നീ പാപി, അതുകൊണ്ട് ഞാൻ നിന്നെ ചേർക്കത്തില്ല എന്നുള്ളതല്ല. പാപികളെ ചേർക്കാനായിട്ട് കർത്താവ് വന്നേ. പക്ഷേ ഏതൊരവസ്ഥയിൽ എത്ര നീചമായിട്ടുള്ള, എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള പാപത്തിൽ, ഏറ്റവും മോശമായിട്ടുള്ള പാപത്തിലുള്ള ആളാണെങ്കിൽ പോലും കർത്താവിനോട് നിലവിളിച്ചുകൊണ്ട്, കർത്താവേ എനിക്കിതിൽ നിന്ന് വിട്ടുതിരിയണേ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്നെ സഹായിക്കണേ, അവിടുന്ന് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് തരുന്നു, എനിക്കായിട്ടല്ല, ഞാൻ അങ്ങേക്കായിട്ട് ജീവിക്കാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തിന് നിയന്ത്രണാവകാശം, ഡ്രൈവിംഗ് സീറ്റ് കർത്താവെ അവിടത്തേക്ക് തരുന്നു, ചാവിതയെ അങ്ങേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു, അവിടുന്ന് എൻ്റെ ഹൃദയസിംഹാസനത്തിൽ ഇരുന്നാലും എന്ന് പറഞ്ഞ് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ കർത്താവിൻ്റെ രക്തം നമ്മളുടെ ആത്മാവിൻ്റെ കണ്ണായിട്ടുള്ള മനസാക്ഷിയെ കഴുകിയും കർത്താവിൻ്റെ ആത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മളുടെ മരിച്ച ആത്മാവിനെ ഉയർപ്പിച്ച് നമുക്ക് ഒരു പുതുജനനം, വീണ്ടും ജനനം തരികയും നമ്മളെ ഒരു പുതു സൃഷ്ടിയാക്കുകയൊക്കെ ചെയ്യും. അപ്പം ഏതൊരു പാപത്തിലെ അവസ്ഥയിലാണെങ്കിലും നമ്മൾ വേറെ ആരെയും നമുക്ക് ലുക്ക് അപ്പോൺ ചെയ്യാനില്ല. അവരൊക്കെ കൂടിയ പാപികൾ, ഇതൊക്കെ കുറഞ്ഞ പാപികൾ, എല്ലാം പാപം തന്നെ, ശരിയാണ്. ചില പാപങ്ങൾ കൂടുതൽ ഗൗരവമേറിയ പാപങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയും ബാധിക്കുന്ന പാപങ്ങളൊക്കെ കൂടുതൽ ഗൗരവമുള്ള പാപങ്ങൾ. ആദാമിൻ്റെ പാപവും കയ്യിൻ്റെ പാപവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ നമ്മൾ സാക്ബറിൽ നിന്ന് കേട്ടിട്ടുള്ളത് പോലെ, കയ്യിൻ്റെ പാപം മറ്റൊരാളെ, ഹാബലിനെ കൂടെ ബാധിച്ച പാപമായതുകൊണ്ട് അത് കൂടുതൽ ഗൗരവമുള്ള പാപമാണ് ആദാമിൻ്റെ പാപത്തെക്കാട്ടെ. അതുകൊണ്ടാണ് കയ്യിൻ്റെ പാപത്തിൽ കയ്യിനെ തന്നെ ദൈവം ശപിക്കുന്നത്. മറ്റേ ആദാമിൻ്റെ പാപത്തിൽ ആദാമിനെ ശപിക്കുന്നില്ല, ഭൂമിയെ ശപിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ പാപങ്ങളും ഒരുപോലല്ല, എങ്കിൽ പോലും കൂടുതൽ ഗൗരവമുള്ള പാപങ്ങളുണ്ട്. എങ്കിൽ പോലും നമ്മളെല്ലാം നമ്മളുടെ ജഡത്തിന് യാതൊരു നന്മയില്ല. ആ സാഹചര്യങ്ങളും അതുപോലെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും ഏത് പാപത്തിലും നമ്മൾ വീണു പോകാമായിരുന്നു. അപ്പം ഇന്ന് കർത്താവ് നമ്മളെ കഴുകി നീതീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ 1 കൊരിന്ത്യർ 6:11 നമ്മളിപ്പം വായിച്ച് നമ്മൾ തിരിച്ച് വെളിപ്പാട് 21:8 ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ കഴിഞ്ഞിട്ട് ക്ഷുദ്രക്കാർ എന്ന് പറഞ്ഞൊരു കാര്യം. ആ ക്ഷുദ്രക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പല കാര്യങ്ങളൊക്കെ കണ്ടു. എന്താ? പലതരത്തിലുള്ള ആഭിചാരവും അതുപോലെയൊക്കെയുള്ള മന്ത്രവാദവും കാര്യങ്ങളും ഒക്കെ, ആഭിചാരം, മന്ത്രവാദം, അതുപോലെയൊക്കെയുള്ള ഓരോ പുസ്തകങ്ങൾ, കർത്താവിനെ ദുഷിക്കുന്ന തരത്തിലുള്ള പല പുസ്തകങ്ങളും,
ഞാൻ ഈ അടുത്ത് തന്നെ നമ്മൾ പല പുസ്തകങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഹാരി പോട്ടർ, അതുപോലെ ഡാൻ ബ്രൗണിൻ്റെ എന്തായിരുന്നു ഡാവിഞ്ചി കോഡോ, അതുപോലെയൊക്കെയുള്ള ദൈവത്തിനെ കളിയാക്കുകയും ദൈവത്തെ ബ്ലാസ്ഫീം ചെയ്യുന്ന, ദൈവദൂഷണമുള്ള തരത്തിലുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ, പിന്നെ മന്ത്രവാദവും ആഭിചാരവും അങ്ങനെയൊക്കെയുള്ള വിഗ്രഹാരാധനയോ ഗണ്ടയോ തകിടോ മാന്ത്രിക ചരടോ അല്ലെങ്കിൽ ഈ മാന്ത്രികത എന്ന് പറഞ്ഞ് തന്നെ ആ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ തലത്തിലോട്ടൊക്കെ പോകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ, അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള വിഗ്രഹാരാധനയുടെ പല പല ഷെയ്ഡ്സും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ എന്താ ജ്യോതിഷം, കൈനോട്ടം, നക്ഷത്രഫലം, ഹസ്തരേഖാ ശാസ്ത്രം, മന്ത്രവാദം, അതൊക്കെ നമ്മൾ ആ ലിസ്റ്റൊക്കെ നമ്മൾ ഇവിടെ അന്തിമ വിജയം എന്ന് പറഞ്ഞ സാക്ബറിന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഈവൻ മയക്കുമരുന്നുകളും കൂടെ എല്ലാം അതിനകത്ത് ഉൾപ്പെടും. ഈ മയക്കുമരുന്നും മന്ത്രവാദവും എല്ലാം കൂടെ ചേർന്ന് വന്ന് എല്ലാം കൂടെ ഓരോ സ്പെക്ട്രമാണ്, എല്ലാം കൂടെ ചേർന്ന് ഇണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. മയക്കുമരുന്നിന്റെ ആൾക്കാരാ ഇതുപോലെയൊക്കെയുള്ള സാത്താൻ വർഷിപ്പേഴ്സും അങ്ങനെ സാത്താൻ ആരാധകരൊക്കെ ആയിട്ടും അവർക്ക് അവരുടേതായ ഒരു അധോലോകമോ ഡാർക്ക് നെറ്റോ ഏതാണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡാർക്ക് വെബ് എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ശരിയാണ്, കുറച്ച് മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് നല്ലത് തന്നെ. പക്ഷേ ബി ഇന്നസെന്റ് ഇൻ വാട്ട് ഈസ് ഈവിൾ, ഇത് എന്തൊക്കെയാണെന്ന് അതെന്തായാലും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം കൂടെ ചെന്ന് നമ്മൾ പഠിക്കേണ്ട വലിയ കാര്യമില്ല. തന്നെ നമുക്ക് വചനം പഠിക്കാൻ തന്നെ സമയമില്ല. അപ്പം പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ മൈൻഡ് പൊള്യൂട്ട് ആവേണ്ട കണ്ട കാര്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു വചനം ഞാൻ വായിക്കാം. റോമർ 16 അതിൻ്റെ 19 വാക്യം. റോമർ 16 20 വാക്യമായിരുന്നു നമ്മളുടെ മെമ്മറി വേഴ്സ് ലാസ്റ്റ് വീക്ക്. എന്തുമായിരുന്നു? സാത്താൻ നമ്മളുടെ കാൽ കീഴിൽ കിടന്ന് ചതഞ്ഞ് ചമ്മന്തിയാവും, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കാൽ കീഴിൽ സാത്താനെ വേഗത്തിൽ ചതച്ച് ചമ്മന്തിയാക്കി കളയും എന്നുള്ള വചനമാണ് നമ്മൾ 20 വാക്യം. ചമ്മന്തി എന്ന് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തതാണ്, വചനത്തിൽ ആഡ് ചെയ്തതെന്നുണ്ട്. പക്ഷേ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമുക്ക് ചതഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചമ്മന്തി ആയതുകൊണ്ട് നമുക്കത് സാത്താൻ്റെ തല. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഒരു വാരിച്ചുരുട്ട് പാമ്പിനെ ചതച്ച് ചമ്മന്തിയാക്കാൻ ദൈവം ഒരു അവസരം തന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ പഴയ വീടിനോട് ചേർന്നൊരു ചെറിയൊരു സംഭവം. അത് എന്താ അതിൻ്റെ വാരിച്ചുരുട്ടനാണെന്നോ ഏതാണ്ടൊക്കെ പിന്നീട് ഞാനത് ഫോട്ടോ എടുത്ത് ഇട്ടപ്പോഴാണ് നമ്മുടെ അനിലൊക്കെ പറഞ്ഞത്. അതിൻ്റെ തല ചതയ്ക്കാനും അതിൻ്റെ അതൊക്കെ കൊന്നു കളയാൻ ദൈവം സഹായിച്ചു. ചെറിയൊരു പാമ്പി കുഞ്ഞുമാതിരി ഒരു ചെറിയൊരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ എന്തായിരുന്നു, ഈ സാത്താൻ്റെ തല നമ്മുടെ കാൽ കീഴിൽ കർത്താവ് ചതയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറയുന്ന വാക്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 19 വാക്യം, റോമർ 16:19 കണ്ടു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളായിരിക്കണം, തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നന്മയിൽ ബി വൈസ് ഇൻ വാട്ട് ഇസ് ഗുഡ്. നന്മ, നല്ല കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ജ്ഞാനത്തോടെ, വൈഭവത്തോടെ, പ്രാഗൽഭ്യത്തോടെ നമ്മളായിരിക്കണം. എന്നാൽ തിന്മ, ആ പാപങ്ങൾ, ചില മയക്കുമരുന്നുകൾ, ചില തിന്മ, ആഭിചാരം, അതെന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണമല്ലോ, അതെന്താണെന്ന് പരീക്ഷിച്ച് നോക്കിക്കളയാം എന്നും പറഞ്ഞു ചെന്ന് അവിടെ മറിഞ്ഞടിച്ച് താഴെ വീഴും. അതെന്ന് വെച്ചാൽ തിന്മയ്ക്ക് എന്തായിരിക്കണം? അജ്ഞന്മാരായിരിക്കണം. ഞാനെന്നെല്ലാം ഒന്ന് പരീക്ഷിച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞ് അവിടെ കുടുങ്ങിക്കിടക്കത്തേ ഉള്ളൂ. ചില സാത്താൻ വളരെ തന്ത്രശാലിയാണ്. നീ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്ക്, നീ ഇതിലൊന്നും അടിമപ്പെടുകയൊന്നും വേണ്ട, എന്ന് കുറച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് അറിയണ്ടേ, ലോകം എന്താണെന്ന് അറിയണ്ടേ, ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഒരു കിക്ക് എന്താണ്, ഇതിൻ്റെ സുഖം എന്താണെന്നൊക്കെ നീ ഒന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞ് സാത്താൻ്റെ മൗത്ത് പീസായിട്ട്, സാത്താൻ്റെ വായായിട്ട് പല സുഹൃത്തുക്കളെന്ന് പറയുന്ന ആൾക്കാരുമൊക്കെ നമ്മളുടെ ക്യാമ്പസുകളിലും കോളേജുകളിലും ഓഫീസുകളിലും ഒക്കെ കാണും. അപ്പോൾ അത് തിന്മയ്ക്ക് അജ്ഞന്മാരായിരിക്കുക. തിന്മ അത് പാപമാണോ? അതിൽ നിന്ന് നമ്മൾ എത്രയും ദൂരെ മാറി നിൽക്കുക. അതായത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുമ്പം എത്ര അടുത്ത് നിന്ന, പ്ലാറ്റ്ഫോമിന് എത്ര അരികത്ത് നിന്നാൽ ഞാൻ മറിഞ്ഞു വീഴാതിരിക്കുന്നു പറഞ്ഞ് നമ്മൾ പരീക്ഷിക്കാൻ നിന്ന് എങ്ങനെ ഇരിക്കും? അത് എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു ലോ പ്രഷർ കാരണം നമ്മളെ അതിനകത്തോട്ട് സക്യം ചെയ്ത് കളയും എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ എത്രയും ദൂരെ നമുക്ക് നിൽക്കാവോ. അതുപോലുള്ളൊരു വചനം, അപ്പിയറൻസ് ഓഫ് ഈവിൾ, ഒരു 1 തെസ്സലോനിക്കർ 5-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഞാനിപ്പോൾ ഈ ഡാർക്ക് വെബ് അതുപോലുള്ള ഓരോ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്
ഈവൻ എനിക്ക് തന്നെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. യുനോ ഇതുപോലൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ ഓരോ ഞങ്ങളുടെ ക്ലയൻസ് ഒക്കെ വന്ന് അതിലേക്ക് ഓരോന്ന് കുടുങ്ങി അതിൻ്റെ ഓരോ തിക്തഫലങ്ങളൊക്കെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ എന്നുള്ള കാര്യം എന്നുള്ള അല്ലാതെ അതിനെക്കുറിച്ച് ഞാനും കൂടുതലൊന്നും ഗവേഷിക്കാനോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെയുള്ള പല അധോലോകവും അതുപോലെയൊക്കെയുള്ള സാത്താൻ്റെതായ മേഖലകളിലൊന്നും നമ്മൾ വിഹരിക്കേണ്ടതായിട്ട് യാതൊരു കാര്യമില്ല. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ അപ്പിയറൻസ് ഓഫ് ഈവിൾ കാണുമ്പോൾ തന്നെ അതിനെ തന്നെ എന്ത് ചെയ്യണമെന്നാണ് വായിക്കുന്നത്? 22-ാമത്തെ വാക്യം 1 തെസ്സലോനിക്കർ 5:23 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നമ്മളെപ്പോഴും സമാഗമന കൂടാരം പറയുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ആത്മാവ് ദേഹി ദേഹമാണെന്ന് പറയാൻ നമ്മൾ കൂട്ടുപിടിക്കുന്ന വാക്യം ഏതാ? 1 തെസ്സലോനിക്കർ 5:23. അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യം എന്തുവാ? സകലവിധ ദോഷവും വിട്ടകലുവിൻ എന്നുള്ളതാണ്. അബ്സ്റ്റെയിൻ ഫ്രം എവറി ഫോം ഓഫ് ഈവിൾ. ആ ഫോം എന്നുള്ളത് അപ്പിയറൻസ് ഓഫ് ഈവിൾ എന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KJV-യിലും NKJV-യിലും ഒക്കെ അങ്ങനെ അബ്സ്റ്റെയിൻ ഫ്രം എവറി അപ്പിയറൻസ് ഓഫ് ഈവിൾ. ചിലപ്പോൾ ഒരു ഔട്ട്റൈറ്റ് ആയിട്ട് അതങ്ങ് ഈവിൾ ആയിരിക്കണമെന്നില്ല, പക്ഷെ അതിൻ്റെ എന്തോ അതിൻ്റെ ഒരു രൂപവും ഭാവവും മട്ടും ഒക്കെ കാണുമ്പം എന്തോ സംതിങ് ഫിഷി അബൌട്ട് ദാറ്റ്. സംതിങ് നമുക്ക് അത്ര ഒരു ആത്മാവിൻ്റെ ഫലം, ആത്മാവിൻ്റെ ചിന്ത ജീവന സമാധാനമാണ് നമുക്ക്. അപ്പോൾ അത്ര ആ കാര്യങ്ങളെക്കുറിച്ച് അത്ര ഒരു ജീവന സമാധാനം ഇല്ല. ആ ഒരു കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അതിൻ്റെ കാര്യങ്ങൾ നോക്കാനോ. അപ്പം സംതിങ് ഫിഷി അബൌട്ട് ദാറ്റ്. സോ അപ്പോൾ എന്ത് ചെയ്യണം? അബ്സ്റ്റെയിൻ ഫ്രം ദാറ്റ്. സകലവിധ ദോഷവും വിട്ട് അകലുവിൻ. അതായത് ആ ഒരു തിന്മയുടെ തോற்றம் എന്നൊരു തമിഴ് ബൈബിളിലെ എനിക്കൊന്ന് വിക്ടർ ബേറിന്ന് ഇതൊരു മെസ്സേജിലെ മറ്റോ കേട്ടാന്ന് തോന്നുന്നു. ആ ഒരു തോற்றம் എന്ന് പറഞ്ഞാൽ ആ ഒരു അപ്പിയറൻസ് എന്നുള്ളൊരു വാക്ക്, അത് തമിഴിലെ ആ വാക്ക് അതാന്ന് തോന്നുന്നു. ചില ആ ഒരു അപ്പിയറൻസ്, അതിൻ്റെ ആ ഒരു ഔട്ട്റൈറ്റ് ആയിട്ട് ഈവിളിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് നമ്മളത് മാറി നിൽക്കുന്നു. എന്നാൽ അതിൻ്റെ ഒരു അപ്പിയറൻസ്, അതിൻ്റെ ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി, സംതിങ് ഫിഷി, എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ചില ആൾക്കാർ ചിലരുടെ ഇടപാടുകൾ എന്തോ പുള്ളി അത്ര ഒരു ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മളെത്രയും ഡിസ്റ്റൻസ് അങ്ങ് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ചില പുരുഷന്മാരായിരിക്കാം, ചില സ്ത്രീകളായിരിക്കാം, ചില ആൾക്കാരായിരിക്കാം, അവരുടേതായ ചില രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അത്ര ഒരു നമ്മളാരെയും വെറുക്കണമെന്നില്ല. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന, ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷേ നമ്മൾ ചിലരുടെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ വിട്ടകലുവിന്ന് 2 തിമോത്തിയോസ് 3:5 നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? 2 തിമോത്തി 3:5 എന്താ പറയുന്നത്? നമുക്കറിയാം ആ ഒരു എന്താ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ വിട്ടൊഴിവിൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താ പറയുന്നത്? അവോയ്ഡ് സച്ച് മെൻ ആസ് ദീസ്, ദോസ് ഹു ഹാവ് എ ഫോം ഓഫ് ഗുഡ്നെസ് ബട്ട് ഹാവ് ഡിനൈഡ് ഇറ്റ്സ് പവർ. അപ്പോൾ ഈ ഫോം ഓഫ് ഗുഡ്നെസ് ഉള്ളതുപോലെ തന്നെ ഫോം ഓഫ് ഈവിൾ ഉള്ളവരെയും അബ്സ്റ്റെയിൻ ചെയ്യുക, അവരെ അങ്ങ് വിട്ടകലുവിൻ എന്നുള്ളൊരു കാര്യം. ഫോം ഓഫ് ഗോഡ്ലിനെസ്, ഒരു ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, ശക്തിയില്ല, വിട്ടൊഴിയണം. ഫോം ഓഫ് ഈവിൾ, എന്തോ ഒരു തിന്മയുടെ എന്തോ ഒരു പെശകാന്ന്, എന്തോ ഒരു ഗുലുമാലാന്ന് തോന്നുന്നു. അപ്പം നമ്മളങ്ങ് വിട്ടൊഴിയുന്നു ആ ഒരു കാര്യങ്ങൾ. അപ്പം അത് നമ്മൾ ആ ഒരു ക്ഷുദ്രത്തിൻ്റെ, സോർസറേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഐഡോളട്ടേഴ്സ്, വിഗ്രഹാരാധികളുടെ കാര്യം പറഞ്ഞു. നമ്മൾ തിരിച്ചെവിടെ ഇങ്ങോട്ട് വന്നു? വെളിപാട് പുസ്തകം 21-ാമത്തെ ലിസ്റ്റിലേക്ക് വന്നു. പിന്നെ ഭോഷ്ക് പറയുന്നവർ. അപ്പൊ ഈ ബിംബാരാധികൾ എന്നിവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭോഷ്ക് പറയുന്ന ഏവർക്കും എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഭോഷ്ക് പറയുക, കള്ളം പറയുക എന്ന് പറയുന്നത്, അതിപ്പോൾ അത്ര വലിയ ഏതാണ്ട് കാര്യമാണ്. ഇപ്പം ലോകത്ത് ഇപ്പോൾ ആരാ കള്ളം പറയാത്ത എന്നുള്ളൊരു ലാഘവമാണ് പലപ്പോഴും വിശ്വാസികൾക്ക്. എന്നാൽ കള്ളം എന്ന് പറയുമ്പോൾ അത് സാത്താൻ്റെതായ ഒരു റിലവാണ്. ശരിയാണ്, ചില കാര്യങ്ങളിൽ നമുക്ക് ജ്ഞാനത്തോടെ നമ്മൾ എല്ലാവരോടും വിളിച്ചു പറയണം എന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ ജ്ഞാനത്തോടെ ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. എവിടെ പറയുന്നത്? ജോൺ 14:6, യോഹന്നാൻ 14:6. കർത്താവാണ് സത്യം. അപ്പോൾ കർത്താവാണ് സത്യം. അലേത്തിയ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കിന് സത്യമെന്നും യാഥാർത്ഥ്യവും എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു പദമാണ്. അപ്പം കർത്താവാണ് സത്യം. അപ്പം അസത്യം ആരാണ്? ഇരുട്ടിൻ്റെ അധിപതിയായിട്ടുള്ള പിശാചാണ്. അപ്പം സാത്താനെ കുറിച്ച് കർത്താവ് എന്താ പറയുന്നത്? അവൻ ഭോഷ്കിന്റെ പിതാവാണെന്ന് പറയുന്നുണ്ട്. ഹിസ് ദ ഫാദർ ഓഫ് ലൈസ് എന്ന് എവിടെ പറയുന്നത്? യോഹന്നാൻ 8-ാം അധ്യായത്തിലെ വാക്യം നമ്മൾ സാഗ്ബറിൽ തന്നെ നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ ആ വാക്യം കേട്ടിട്ടുണ്ട്. അപ്പം ഭോഷ്കിന്റെ പിതാവ് സാത്താനാണെങ്കിൽ മാതാവ് ആരാ?
പിതാവും മാതാവും ഉണ്ടെങ്കിലേ കുട്ടി ജനിക്കത്തുള്ളൂ. അപ്പം പിതാവ് ഈ സാത്താനാണെങ്കിൽ അവനൊരു മാതാവിനെ കാത്തു നിൽക്കുക ഒരു കുട്ടിയെ ജനിപ്പിക്കാനായിട്ട്. മാതാവ് ആരാന്ന് ചോദിച്ചാൽ ഈ കള്ളം പറയുന്നയാള്. അതിന്റെ ഗർഭപാത്രമായി തീരുന്നത് കള്ളം പറയുന്നയാളുടെ നാവ് എന്ന് പറയുന്നത് പോലെ നമ്മളെ ബോഷ്കിന്റെ പിതാവെന്ന് അവനെ കുറിച്ച് കർത്താവ് പറയുന്ന എവിടെ? യോഹന്നാൻ 8:8 നമ്മൾ അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ ഹീസ് എ ലയർ ആൻഡ് ദ ഫാദർ ഓഫ് ലൈസ്. അതാണ് എന്തെങ്കിലും ഒരു കള്ളം എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിന്റെ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനായിട്ട് ആരുണ്ട്? ഇപ്പം നമ്മളുടെ റോഡ് വികസനത്തിന് പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ, വികസനമാണെങ്കിൽ അവർ പറയും പിതൃത്വം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ അടിയിട്ടെടുക്കും. എന്തെങ്കിലും പൊളിഞ്ഞു കിടക്കുവാണെങ്കിൽ പറയാതെ അവരുടെ ഇത് ഇവരുടെ എന്ന് പറയുക എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കള്ളം ഉണ്ടെങ്കിൽ അതിന്റെ പിതൃത്വം അതാരാ? ഇപ്പൊ ഈ ചില എന്താ പറയുക ഭീകരവാദം, ചില പൊട്ടിത്തെറിയൊക്കെ നടക്കുമ്പം ചില ഭീകരവാദ സംഘടന അതിന്റെ പിതൃത്വം ഏറ്റെടുക്കും. ഞങ്ങളായത് എല്ലാം പൊട്ടിച്ചത്, ഇവിടെ ആളെ എല്ലാം കൊന്നതെന്ന് പറയും. എന്ന് പറയുന്നതിൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത്, കള്ളത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ എപ്പോഴും കള്ളങ്ങളുടെ അപ്പനായിട്ടുള്ള പിശാച. അതാ കർത്താവ് ആ 44 യോഹന്നാൻ 8:44 കണ്ടോ? യോഹന്നാൻ 8 ഇതേ പെട്ടെന്ന് എടുത്തോ. നമ്മൾ വചനം പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ ശീലിക്കുന്നു. അത് നമ്മൾ വചനം കൂടുതൽ ഹൃദയസ്ഥമാകാൻ ഇടയാകും. യോഹന്നാൻ 8:44 നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. അതായത് അവിശ്വാസികൾ ആരുടെ ആരാ അവരുടെ പിതാവ്? നമ്മളുടെ ആത്മീയ പിതാവ് സ്വർഗസ്ഥനായ പിതാവ്. എന്നാൽ അവിശ്വാസികളുടെ കർത്താവിൽ വീണ്ടും ജനനം പ്രാപിക്കാത്തവരുടെ പിതാവാണ്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം ചെറുപ്പക്കാരൊക്കെ നമ്മൾ പെട്ടെന്ന് വീണ്ടും ജനിക്കണം. അല്ലെങ്കിൽ ആരാ നിങ്ങളുടെ പിതാവ് എന്ന് ചോദിച്ചാൽ പിശാച പിതാവ്. അപ്പം അതുകൊണ്ട് ഇത്രയും വേഗം കർത്താവിലേക്ക് ഇനി വന്നാൽ മതി. കർത്താവ് ഞാൻ അതിന് വലിയ നമുക്ക് വലിയ നമ്മുടെ തലകുത്തി മറിഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളാണ്. നമ്മളങ്ങ് പാപങ്ങളേറ്റ് പറഞ്ഞ കർത്താവിനോടങ്ങ് നമ്മുടെ ജീവിതം അങ്ങ് കൊടുത്താൽ മതി. നമ്മൾ ഈ പിതാവ്, സ്വർഗത്തിലെ പിതാവ് നമ്മളുടെ പിതാവായി മാറും. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായി മാറും. അല്ലെങ്കിൽ ആരായിരിക്കും നമ്മളുടെ പിതാവ്? സാത്താനായിരിക്കും. അതാ കർത്താവേ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ 44 അവർ എബ്രഹാം പിതാവിന്റെ മക്കളാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യത്തെ വീരവാദം അടിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തുറന്നടിച്ചങ്ങ് പറയുക, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. യോഹന്നാൻ 8:44 വാക്യം. പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. അത് കഴിഞ്ഞിട്ട് പറയാം, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. കയ്യിന്റെ കാര്യം മുതൽ നമുക്കറിയാം. അവനിൽ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നത്. അവൻ സ്വയമായിട്ടാണ് ഭോഷ്ക് പറയുന്നത്. നമ്മൾ ഭോഷ്ക് പറയുവാണെങ്കിൽ നമ്മൾ സാത്താനുമായിട്ടുള്ള കൂട്ടായ്മയല്ല ഭോഷ്ക് പറയുന്നത്. എന്നാൽ സാത്താൻ സ്വന്തമായിട്ട് അങ്ങ് ഭോഷ്ക് പറയുക എന്ന് പറയുക. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകും. നമ്മൾ ചിലപ്പം ഭോഷ്ക് പറയുന്നില്ലായിരിക്കും. എന്നാൽ നമുക്കുള്ളതിനെക്കാട്ടിലും ഒരു ആത്മീയത നമ്മൾ ഭാവിക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് നമ്മളായിരിക്കുന്നത് പോലെ നമ്മൾ അങ്ങ് ആയിരിക്കണം. പക്ഷേ നമ്മൾ കൂടുതൽ ഒരു വിശുദ്ധനായിട്ട് അഭിനയിക്കുന്നു. നമ്മളുള്ളതിൽ കൂടുതൽ എന്തോ വലിയ എന്തോ ജയമുള്ളതായിട്ടോ വലിയ ആത്മീയ ഔന്നത്യത്തിൻ്റെ കൊടുമുടിയിൽ അങ്ങ് ചെന്നെത്തിയതായിട്ടൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ അതും ഒരു ഭോഷ്ക, അതൊരു കാപട്യമാണ്, അതൊരു ഹിപ്പോക്രസിയാണ്. ഹിപ്പോക്രസി എന്നുള്ള ഹിപ്പോക്രസി എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഗ്രീക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാക്രമെന്റ് പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. ഗ്രീക്കിൽ ഹിപ്പോക്രൈറ്റ് എന്ന് വെച്ചാൽ നടൻ അല്ലെങ്കിൽ അഭിനേതാവ് എന്ന് അതിൻ്റെ അർത്ഥം. അന്ന് അവരുടെ നാടകം, ഡ്രാമയൊക്കെ അഭിനയിക്കുന്ന നടന്മാരെയാണ് അവർ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത്. വേറെ ഹിപ്പോക്രൈറ്റ്സ് എന്ന് നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ ചെന്ന് ചോദിച്ചാൽ ദേ ആർ ദ തിയേറ്റർ, അവർ ആ ഡ്രാമ തിയേറ്ററിൽ നടന്മാരുള്ളതെന്ന് പറയും. ഇന്ന് വേറെ അത് ഹിപ്പോക്രൈറ്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചർച്ചസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു സാക്ബറിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യം. ഇന്ന് നടന്മാരായിട്ട് വളരെ നമ്മൾ ഞായറാഴ്ച വരുമ്പോഴും ബാക്കി മീറ്റിങ്ങിനൊക്കെ വളരെ വിശുദ്ധിയും വളരെ താഴ്മയും സൗമ്യതയൊക്കെ. എന്നാൽ വീട്ടിൽ ഭയങ്കര ആക്രോശവും ഭയങ്കര ബഹളവും എന്ന് പറഞ്ഞാൽ നമ്മൾ സഭയിൽ വരുമ്പോഴും ആക്രോശം ബഹളവും കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് നമ്മളെ ഉള്ളതിൽ കൂടുതലൊന്നും ഭാവിക്കേണ്ടതിന് മേധയെ ഭാവിക്കാതെ എന്നൊക്കെ, ഭാവിച്ചുയരാതെ എന്നൊക്കെ റോമർ 12:3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പാപങ്ങളെല്ലാം കൂടെ പബ്ലിക്കായിട്ട് ഏറ്റു പറയണമെന്നൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ പക്ഷേ എന്തിനു പറയുന്നത് ഒരു ആത്മീയതയുടെ ഒരു പുറംചേട്ട എടുത്ത് അണിഞ്ഞ ഒരു കാപണ്യം ഉള്ളവരായിരിക്കാതെ നമുക്ക് പരാജയമുള്ളപ്പം പരാജയമുള്ളവനാണ് താൻ എന്നുള്ള ആ ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മളൊരു ഒരു പുറംപൂച്ച് മാതിരി, ഒരു വെനീർ ഓഫ്
ഹോളിനെസ്. വെനീർ എന്ന് പറഞ്ഞാൽ ഒരു മൂടുപടം മാതിരി അങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞിരുന്നവരല്ലാതെ, അപ്പം അങ്ങനെ ഒരു മുഖംമൂടി അണിയുന്നവരുമായിട്ട് സംസാരിക്കാനും ഫെലോഷിപ്പ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ അവരിങ്ങനെ ഭയങ്കര അഭിനയ, ഭയങ്കര ആത്മീയ ഭാഷ, സഹോദര, ദൈവത്തിൻ്റെ കൃപ, അവർക്ക് ഇങ്ങനെ ആത്മീയ ഭാഷയുണ്ട്. ചില പിതാവേ എന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് പിതാവേ, അവർ ഭൂമിയിലെ അച്ഛനെ അപ്പാ എന്ന് വിളിച്ചാൽ അപ്പം ചോദിക്കുന്നത് എനിക്ക് എന്ത് പറ്റുമോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ, അല്ല ന്യൂറോളജിസ്റ്റിനെയും പെട്ടെന്ന് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണണ്ടേ എന്ന് ചോദിക്കും. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം സ്വർഗസ്നായ പിതാവേ എന്നൊക്കെ വിറപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. എന്തോ ഒരു അഭിനയം മാതിരി, എന്തോ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും കുറച്ച് വിറയൽ വരുത്തുന്നു, കുറച്ച് ശബ്ദമൊക്കെ ഒന്ന് മാറ്റുന്നു, ഹോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒരു ഇമോഷൻസ്, അതിനകത്തൊക്കെ ഒരു നാച്ചുറാലിറ്റി ഇല്ല. ഈ ജാതികൾ തന്നെ അത് കണ്ടു ചിരിക്കും, എന്തോ ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ യുനോ സാധാരണ നമ്മൾ ഭാര്യയോടും ഭർത്താവിനോട് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ കർത്താവിനോടും സംസാരിക്കുന്ന, കർത്താവേ, സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ. അതിനകത്തൊരു നാച്ചുറാലിറ്റി ഉണ്ട്, അതിനകത്തൊരു സ്വാഭാവികതയുണ്ട്, അല്ലാതെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി. ഞാൻ ഈ ഭോഷ്കിൻ്റെ കാര്യം പറയുമ്പോൾ ഭോഷ്കിൻ്റെ പല ലെയേഴ്സ് ഉണ്ട്. നമ്മൾ ദൈവത്തോട് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിറപ്പിച്ച് എന്തോ ഒരു ഭാവവും ഒരു എന്തോ മാതിരിയൊക്കെയുള്ള, അതൊക്കെ ഒരു പ്രഹസനങ്ങൾ മാത്രമാണ്. പ്രകടനങ്ങളും പ്രഹസനങ്ങളും പെർഫോമൻസുമാണ്. ഇറ്റ് ഇസ് നോട്ട് ദ പ്രസൻറ്റേഷൻ ഓഫ് ലൈഫ് ബട്ട് റാദർ ദ പെർഫോമൻസ് ടു ഇമിറ്റേറ്റ് സംതിങ്. അപ്പം ആ ഒരു ജീവൻ്റെ പ്രതിഫലനമാകാതെ മറിച്ച് എന്തോ ഒരു കാട്ടിക്കൂട്ടലിന് അനുകരണമായിട്ട് മാർത്തിയിരുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഉള്ളത്. അപ്പം അതാ നമ്മളിവിടെ അന്തിമോചന പുസ്തകത്തിൻ്റെ ആ ഒരു 277 പേജിൽ നമ്മൾ അതിൻ്റെ ആ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഒടുവിൽ 8-ാമതായി പട്ടികയിൽ കാണുന്നത് ഭോഷ്ക് പറയുന്ന ഏവരും എന്നാണ്. മറ്റേതൊക്കെ പറയുമ്പോൾ വിഗ്രഹാരാധികൾ, അല്ലെങ്കിൽ ദുർനടപ്പുകാർ, ബിംബാരാധികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഭോഷ്ക് പറഞ്ഞ കാര്യം പറയുമ്പോൾ ഭോഷ്ക് പറഞ്ഞ ഏവരും. അപ്പോൾ മറ്റ് 7 കൂട്ടരെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഏവരും എന്ന പ്രയോഗം അതിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഓൾ ലയേഴ്സ്, ഓൾ. എന്നാൽ ഭോഷ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭോഷ്ക് പറഞ്ഞ ഏവരും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? കാരണം ഭോഷ്ക് പലതരത്തിലുണ്ട്. കറുത്ത കള്ളം, വെളുത്ത കള്ളം എന്നിങ്ങനെ. വെളുത്ത കള്ളം അല്ലെങ്കിൽ ചെറിയ കള്ളം പറയുന്നവർ ഈ വാക്യം കറുത്ത കള്ളം, വലിയ കള്ളം പറയുന്നവരെ ഉദ്ദേശിച്ചാണെന്ന് ധരിച്ചാൽ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു, ഞാൻ അത്ര വലിയ കള്ളമൊന്നും പറയുന്നില്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിപ്പോൾ അവർ വിളിക്കുമ്പോൾ ഇങ്ങനെ അതങ്ങ് പറഞ്ഞേരെ, ഞാനിവിടെ ഇല്ലെന്നങ്ങ് പറഞ്ഞേരെ, അല്ലെങ്കിൽ എനിക്കങ്ങ് പനിയാന്ന് പറഞ്ഞേരെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ആൾക്കാർ പേഷ്യൻ്റ് ചിലപ്പോൾ ലേറ്റ് ആകുമ്പോൾ പറയാ, ഡോക്ടറെ അവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ മരിപ്പൊന്നും ഉണ്ടാകത്തില്ല, നമുക്കും അറിയാം അവർ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആകുന്നത്, അങ്ങനെയൊക്കെ ഓരോ ചിലപ്പോൾ ഇല്ലാത്ത, ചിലപ്പോൾ സത്യമായിട്ടുള്ളതും കാണാമെന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി, നമ്മളുടെ ആ ഒരു ഇതാകാൻ വേണ്ടി നമ്മളങ്ങ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയോ പൊലിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ എന്തോ നമ്മൾ ഇരുട്ടിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കർത്താവിനോടും ഇനി ആരോടെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സാക്ഷി കുറ്റപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരോട് വിളിച്ച് ഞാനന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരു ചെറിയ അത്ര ഒരു പൂർണ്ണ സത്യമായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ മൊത്തവും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ കാണത്തില്ല. നമ്മുടെ അങ്ങനെ എന്തോ നമ്മളെ കുറ്റം വിധിയിലാക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്, മറിച്ച് ഇത് നമ്മുടെ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തുന്ന ഞാൻ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞത് അത്ര സത്യമല്ലായിരുന്നു, എനിക്കതങ്ങ് കൺഫസ് ചെയ്യണം, ഏറ്റു പറയണം എന്നുണ്ടെങ്കിൽ കർത്താവിനോടും അവരോടൊക്കെ അങ്ങ് ഏറ്റു പറയുകയാണെങ്കിൽ നമുക്ക് നല്ല മനസ്സാക്ഷി കിട്ടും, നല്ലൊരു സ്വാതന്ത്ര്യമായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്. ഭോഷ്ക് പറഞ്ഞ ഏവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതൊരു ഭോഷ്ക് പറഞ്ഞെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ പിടിച്ച് നരകത്തിലിടുന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല, പക്ഷേ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിവാർഡ്, 100% റിവാർഡ് ആയിത്തീരുന്നതിൽ നിന്ന് നമ്മളെ 60 മിനി 30 മിനി ആക്കുന്നതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ അതിൽ തന്നെ നമ്മൾ തുടരുകയും പിന്നെ അതിൽ തന്നെ അഭിരമിക്കുകയും അതിൽ തന്നെ ഒരു മാനസാന്തരമില്ലാതെ നമ്മളങ്ങ് കഠിനപ്പെട്ട് വിശ്വാസത്തിന് വീണു പോകുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതങ്ങ് നരകത്തിലേക്കായിരിക്കും, തീപുകയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മുന്നറിയിപ്പായിട്ട് എടുക്കേണ്ടത്. അതാണ് ഭോഷ്ക് പറയുന്ന ഏവനും, അത് ചെറുതോ വലുതോ ഇടത്തരമോ ഏതോ ആയിക്കൊള്ളട്ടെ, തീപ്പൊയ്കയിൽ ദഹിപ്പിക്കപ്പെടും. ഭോഷ്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ വേരുകൾ ആഴ്ത്തിയിട്ടുണ്ട്. കൊച്ചുനാൾ മുതലേ പല നമ്മുടെ സ്കൂളിലും കോളേജിലും ക്യാമ്പസിലും ഓഫീസിലും എല്ലായിടത്തും ഭോഷ്ക. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്, മാർക്കറ്റിംഗ് ഏജൻസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തൊക്കെയോ പറഞ്ഞൊക്കെയാണ് ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുന്നത്. ഇതാണ് ബെസ്റ്റ്, ഇതാണ് നമ്പർ 1
ഇതാണ്, ഇതിലില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്ര നാൾ നമ്മളങ്ങനെ ജീവിച്ചു. അപ്പം അതുപോലുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ഭോഷ്ക്ക് ആൾക്കാരെ അങ്ങ് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി, സമ്മർദ്ദത്തിലാർത്താൻ വേണ്ടി ഇപ്പം അങ്ങ് ഓർഡർ ചെയ്തില്ലെങ്കിൽ ഇപ്പം അങ്ങ് ഓഫർ ചെയ്ത് ഇപ്പം തീർന്നു, അതുപോലെയൊക്കെയുള്ള ഓരോ ടാക്ടിക്സും ഒരു ജിമിക്സും അങ്ങനെയൊക്കെയുള്ള. ഇപ്പം ഭോഷ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ വേരുകൾ ആഴ്ത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ തന്നെ മുഴു ഹൃദയത്തോടെ ശുദ്ധീകരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇനിയിപ്പം അപ്പം ആ ഒരു അതാണ് രണ്ടാമത്തെ മരണം എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. ഇനിയിപ്പം 9-ാമത്തെ വാക്യവും അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനും ജഗബേർ ഇപ്പോൾ അത് ആ പോർഷൻ ഇപ്പം വായിക്കുമ്പോൾ അജ്ബേർ സാഗ്ബേറിൻ്റെ അന്തിമ വിജയം പുസ്തകത്തിലെ വാക്യം 9. അന്ത്യബാധ അന്ത്യബാധ ഏഴും നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദൂതൻ യോഹന്നാന് എല്ലാ പാപങ്ങളെയും ജയിച്ച മണവാട്ടിയെ കാണിച്ചു കൊടുത്തു. അഗ്നിപ്പൊയ്കയിൽ പതിച്ചവന് ഉണ്ടായിരുന്ന അതേ ജഡം തന്നെയാണ് അവൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അവൾ ഒരു ജയാളിയായിരുന്നു. യേശുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുകയും കർത്താവിനെ വിശ്വസിക്കുകയും ജഡത്തിൻ്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സംഹരിക്കുകയും ചെയ്തതാണ് അവൾ ജയാളിയായി മാറിയത്. നമ്മൾ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആ വാക്യത്തിൽ വായിച്ചു. 9-ാമത്തെ വാക്യം, വെളിപാട് 21-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അന്ത്യബാധ ഏഴും നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് യോഹന്നാനോട് എന്നോട് പറയുവാണ്. ഈ അന്ത്യബാധ അല്ലെങ്കിൽ 7 ലാസ്റ്റ് പ്ലേഗ്സ് നമ്മൾ വെളിപാട് 16-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഈ ക്രോധകലശങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നത്. അവിടെ 7 ക്രോധകലശങ്ങളെ കുറിച്ചൊക്കെ, 7 ബൗൾസ് ഓഫ് റാത്തിനെ കുറിച്ച് വെളിപാട് 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈവൻ വെളിപാട് 8-ാം അധ്യായത്തിലും നമ്മൾ ക്രോധകലശങ്ങൾ എന്ന് വായിക്കുന്നില്ല, പക്ഷെ അവിടെ 7 കാഹളങ്ങളെയാണ് കാണുന്നത്. അപ്പം ഈ കാഹളങ്ങളും കലശങ്ങളും ഏകദേശം എക്സാക്റ്റ് ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ആ വെളിപാട് 8-9 അധ്യായങ്ങളും വെളിപാട് 16-ാം അധ്യായവും കമ്പയർ ചെയ്യുമ്പം, അത് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് അന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം ആ 7 ക്രോധകലശങ്ങളുമായിട്ട് നിന്ന 7 ദൂതന്മാരുണ്ടായിരുന്നു. ആ 7 ദൂതന്മാരിൽ ഒരാളാണ് യോഹന്നാനോട് ഈ കാന്തയെ കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഇപ്പം നമ്മൾ വെളിപാട് ദിവസം 8-ലേക്ക് വരുവാണെങ്കിൽ അവിടെ വെളിപാട് ദിവസം 8-ന്റെ 2-ാമത്തെ വാക്യം, റെവലേഷൻ 8:2 എന്താ വായിക്കുന്നത്? അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവർക്ക് 7 കാഹളം ലഭിച്ചു. അപ്പം ആ 7 ദൂതന്മാരിൽ ഒരാൾ. പിന്നെ നമ്മൾ വെളിപാട് അതേ കാര്യം തന്നെ നമ്മളിവിടെ വെളിപാട് 16-ാം അധ്യായത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ? 16-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയുവിൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ 7 ദൂതന്മാരോട് പറയുന്നു. 7 ദൂതന്മാർ ഓരോരുത്തരായിട്ട് ടപ്പോ 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 എന്ന് പറഞ്ഞ് ഓരോ ക്രോധകലശങ്ങൾ അങ്ങ് ഒഴിക്കുന്നതാ നമ്മൾ 16-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പം അതിനകത്ത് ഈ 7 ദൂതന്മാരിൽ ഒരാൾ വന്ന് യോഹന്നാനോട് പറയുക, വരിക, കം ഹിയർ, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ, ഐ വിൽ ഷോ യു ദ ബ്രൈഡ്, ദ വൈഫ് ഓഫ് ദ ലാംബ്. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി, കാന്തയും മണവാട്ടിയൊക്കെ ഏകദേശം ഒരു വാക്കായിട്ട് നമ്മൾ സാധാരണ പറയുന്നത്. കുഞ്ഞാടിന്റെ ഭാര്യയായിട്ടുള്ള വൈഫ് ഓഫ് ദ ലാംബ്, കുഞ്ഞാടിന്റെ ഭാര്യയായിട്ടുള്ള കാന്തയെ, കുഞ്ഞാടിന്റെ ഭാര്യയായിട്ടുള്ള മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം എന്ന് അന്ന് അവിടെ ആ കുഞ്ഞാടിന്റെ കല്യാണം അവിടെ നിത്യതയിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉള്ള ആ ഒരു പുതുമയിൽ അവിടെ നിത്യതയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മളും ആ കാന്തയായിട്ട് തേജസ്സുള്ളവളായിട്ട് നമ്മൾ അതിൻ്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തുടർന്നുള്ള 10-11 വാക്യങ്ങൾ ദൈവ തേജസ്സുള്ളവളായി ഇറങ്ങുന്നത് കണ്ടു. ഇംഗ്ലീഷിൽ 11-ാമത്തെ വാക്യം, ഹാവിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആ ഒരു ദൈവ തേജസ് അവൾക്ക് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, തേജസ്സിന്റെ നിത്യഘനം അവൾക്ക് എങ്ങനെ കിട്ടിയത്? നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ് തേജസ്സിന്റെ നിത്യഘനത്തിലേക്ക് അവളെ നയിച്ചത്. നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിന് ഓരോ പ്രലോഭനങ്ങൾ വരുമ്പോൾ, ഓരോ പ്രതിസന്ധികളാവട്ടെ, പ്രതികൂലങ്ങളാവട്ടെ, പ്രലോഭനങ്ങളാവട്ടെ, അതൊക്കെ വരുമ്പോൾ അതായത് എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു കഷ്ടമുണ്ട്, ജഡത്തിലൊരു കഷ്ടമുണ്ട്. എന്നാൽ
ആത്മാവിലൊരു തേജസ്സിന് നിത്യഖാനം. അവിടെ ഒരു ജഡത്തിലൊരു മരണമുണ്ട്, ആത്മാവിലൊരു പുനരുത്ഥാനമുണ്ട്. ദർ ഇസ് എ ഡെത്ത് ഇൻ ദ സെൽഫ് ഓർ ഇൻ ദ ഫ്ലഷ്, ബട്ട് ദർ ഇസ് എ റിസറക്ഷൻ ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലൊരു നിറവ്. നമ്മളുടെ ഓരോ ഇപ്പം നമുക്ക് കോപിക്കാനോ മോഹിക്കാനോ ആകുലപ്പെടാനോ കൈപ്പാട്ടിരിക്കാനോ ദേഷ്യപ്പെടാനോ എന്താണ് പറയുക, പരാതിയും പെറുപെറുപ്പായിട്ടിരിക്കാനോ മറ്റുള്ളവരെ വിധിക്കാനോ നിഗളിക്കാനോ മനുഷ്യമാനം തേടാനോ ഒക്കെയുള്ള പല പല പ്രലോഭനങ്ങൾ ഒക്കെ നമ്മൾ നേരിടുമ്പോൾ അവിടെ കർത്താവെ, അവിടുത്തെ ഇഷ്ടം പോലെ കർത്താവെ അവിടുന്ന് എങ്ങനെ പ്രതികരിക്കൂ, അവിടുന്ന് എങ്ങനെ ആയിരിക്കും ചിന്തിച്ചത്, അവിടുന്ന് എങ്ങനെ ആയിരിക്കും സംസാരിച്ചത്, അവിടുന്ന് എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും ചെയ്തത്, അതുപോലെ ചെയ്യാനായിട്ട് ഞാൻ എന്നത്തെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ, ലോകപ്രകാരം ചെയ്യാതിരിക്കുമ്പോൾ കൂട്ടുകാർ ചില വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മളെ വിളിക്കുന്നു, അപ്പോൾ അവിടെ ഒരു നോ പറയുന്നു. അല്ലെങ്കിൽ നമ്മളെ ചില കാര്യങ്ങൾ സമയം വേസ്റ്റ് ചെയ്യാനായി ഇപ്പോഴും അങ്ങ് മൊബൈലും വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു ടെംപ്ടേഷൻ. പഠിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യാതെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ പ്രോഫിറ്റബിളായിട്ട് പ്രയോജനകരമായിട്ട് സമയം ചെലവഴിക്കാതെ എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാൻ, മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ അതാണല്ലോ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ഭാഷ. മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ ആയിരിക്കും നമ്മുടെ പ്രലോഭനം. ആ സമയത്ത് കർത്താവേ, ഇവിടെ ഞാൻ എന്നതിന് ജീവനുള്ള യാഗമായിട്ട് എൻ്റെ കൈകൾ, എൻ്റെ വിരലുകൾ, ഈ തോണ്ടുന്ന ഈ വിരലുകൾ കർത്താവ് എൻ്റെ അല്ല അവിടുത്തേതാണല്ലോ, പിന്നെ ഈ കണ്ണുകൾ എൻ്റെ അല്ലല്ലോ അവിടുത്തേതാണല്ലോ, ഞാൻ ജീവനുള്ള യാഗമായിട്ട് എന്നതിനെ സമർപ്പിക്കുന്നു. അവിടെ ലഘുവായൊരു കഷ്ടമുണ്ട്, ഒരു കഷ്ടം. ദർ ഇസ് എ മൊമെന്ററി ലൈറ്റ് അഫ്ലിക്ഷൻ. ഇത് ബാക്കി പറയുന്ന നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ വാക്യം വായിച്ചു, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, 2 Corinthians 4:17. നമ്മൾ ദിവസവും രൂപാന്തരപ്പെടുന്നു എന്നൊക്കെ 16-ാമത്തെ വാക്യത്തിൽ റിന്യൂഡ് ആവുന്നു, നമ്മുടെ അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടുന്നു, പുറത്തുള്ള മനുഷ്യനെ പുറമേയുള്ള മനുഷ്യനെ ക്ഷയിച്ചു പോയാലും എന്നൊക്കെയാണ് 2 Corinthians 4:16 പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പുതുക്കപ്പെടുന്നത്? തേജസ്സിൻ്റെ നിത്യഖാനത്തിലൂടെ പുതുക്കപ്പെടുന്നത്. ആ തേജസ്സിൻ്റെ നിത്യഖാനം അതിന് പൂർണ്ണതയിൽ ലഭിച്ചവരാണ് കാന്തയായിട്ട് വെളിപ്പെടുന്നത്. അല്ലാത്തവർ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരായിട്ട് അവിടെ കാണും. വെളിപാട് 19 അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, കല്യാണ സദ്യക്ക്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. 19-ന്റെ 9-ാമത്തെ വാക്യം. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരായിട്ട് 60 മേനി 30 മേനി ആയിട്ടുള്ളവരെ ആയിട്ട് തൃപ്തിപ്പെടുന്നവരാണോ, അതോ കർത്താവെ തേജസ്സുള്ളവളായിട്ട് ആയിത്തീരുവാൻ? അതാ കാന്തയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം വായിച്ചതുപോലെ യേശുവിൻ്റെ കാലത്ത് അവർക്കും ഈ അഗ്നിപൂജ പതിച്ചവർക്കും എല്ലാം ഒരേ ജഡമായിരുന്നു. ഇവർക്ക് ഈ കാന്തയായിട്ട് ആയിത്തീർന്നവർക്ക് എന്ത് സ്പെഷ്യൽ ജഡമൊന്നും അല്ലായിരുന്നു. പൗലോസ് അപ്പോസ്തലന് അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലന് സ്പെഷ്യൽ ജഡമൊന്നും അല്ലായിരുന്നു. അവർക്ക് നമ്മളെപ്പോലെ അതേ ജഡമായിരുന്നു. യേശുവും അതേ ജഡം തന്നെ കർത്താവിനും ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിൽ പാപമില്ലായിരുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അപ്പോസ്തലന്മാരെല്ലാം നമ്മെപ്പോലെ തന്നെ പാപജഡത്തിലുള്ളവരായിരുന്നു. എന്നാൽ അവർ എന്ത് ചെയ്തു? അവര് കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുകയും കർത്താവിനെ വിശ്വസിക്കുകയും ജഡത്തിൻ്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സംഹരിക്കുകയും അല്ലെങ്കിൽ മരിപ്പിക്കുകയും ചെയ്താണ് അവൾ ജയാളിയായിട്ട് മാറിയത്. അവരെ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. എവിടെ പറയുന്നത്? റോമർ 8:13 വാക്യം. ഇഫ് ബൈ ദ സ്പിരിറ്റ് യു പുട്ട് ടു ഡെത്ത് ദ ഡീഡ്സ് ഓഫ് ദ ബോഡി യു വിൽ ലിവ്. നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാനൊക്കെ ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ എപ്പോഴും ഈ ജഡത്തെ മരിപ്പിക്കാനായിട്ട്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മരിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മ എപ്പോഴും സന്നിഹിതനായിട്ട് റെഡിയായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഹെൽപ്പറായിട്ട് ഇരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ റെയിൽവേ IRCTC സൈറ്റിലോട്ട് പോകുമ്പോൾ ഡു യു വാണ്ട് എനി ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോപ്പപ്പ് ആയിട്ട് ഏതാണ്ട് ഇങ്ങനെ വരും. ഇപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ആമസോണിലോട്ട് പോകും, പെട്ടെന്ന് ഡു യു വാണ്ട് എനി ഹെൽപ്പ് എല്ലാ ഹെൽപ്പർ അവർക്ക് ചിലപ്പോൾ ഈ AI ഇതൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല എൻ്റെ കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ വെച്ചാൽ ഹെൽപ്പിനായിട്ട് ആ സൈറ്റിൽ ഒരാളായിരിക്കത്തില്ല ചിലപ്പോൾ, അത് കമ്പ്യൂട്ടറിൻ്റെ AI ആയിട്ടുള്ള ആൾ കാണും. ഡു യു വാണ്ട് എനി ഹെൽപ്പ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ നമ്മളൊരിക്കൽ എത്ര നല്ല സൈറ്റ്, നമുക്ക് എന്ത് ഹെൽപ്പ് വേണം നമുക്ക് പറഞ്ഞാൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ അതിനകത്തങ്ങ് ടൈപ്പ് ചെയ്തിട്ടാൽ മതി എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മ എപ്പോഴും നമ്മളെ ഡു യു വാണ്ട് എനി ഹെൽപ്പ്, ഐ ആം ഹിയർ, ഐ ആം എ ഹെൽപ്പർ, ഐ ആം ദ ഹെൽപ്പർ ദാറ്റ് ദ ഫാദർ ഹാസ് സെൻറ്റ് ടു യു ത്രൂ ദ ലോർഡ് ജീസസ്. യേശു കർത്താവ് പിതാവിൽ നിന്ന് അയച്ച സഹായകനായിട്ട് ഞാനിവിടെ ഉണ്ട്, എന്ത് സഹായമാണ് വേണ്ടേ, ഞാൻ സഹായിക്കാൻ സന്നദ്ധനാണ്. നമ്മളിവിടെ പറയും, സഹായി, നമ്മൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ അങ്ങ് ചെയ്തോളാം, ഇപ്പം മരിപ്പിച്ച് കളയാന്ന് പറഞ്ഞ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയി നമ്മൾ ഈ നടുവിടിഞ്ഞ് ആത്മീയമായിട്ട് നിബന്ധിക്കുന്ന കർത്താവേ, എന്നെ അവിടുത്തെ സഹായം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, അങ്ങനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. യോഹന്നാൻ 15:5, അപ്പാർട്ട് ഫ്രം ദ ലോർഡ് ഐ ക്യാൻ ഡു നത്തിങ്.
എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. നമ്മളുടെ കോപത്തെ ആവട്ടെ, മോഹത്തെ ആവട്ടെ, അസൂയയാവട്ടെ, നിഗളത്തെ ആവട്ടെ, കയ്പാവട്ടെ, പരാതിയും പെറുവെറുപ്പും അസ്വസ്ഥതയും ആകുല ചിന്തകളും എല്ലാം, ഏതൊരു പാപമാണോ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ആ കാര്യങ്ങളെല്ലാം അതിജീവിക്കാനായിട്ട് പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ തേജസ്സിന്റെ നിത്യഘനം, നമ്മൾ അത്രയും ഓപ്പോസിറ്റ്സ് ഒക്കെ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞായിരുന്നു. എന്താ? ലഘു നേരത്തേക്കുള്ള, അല്ല സോറി, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, മൊമെന്ററി ലൈറ്റ് അഫ്ലിക്ഷൻ. അപ്പം ലഘു അല്ലെങ്കിൽ നൊടി നേരത്തേക്കുള്ള, മൊമെന്ററി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ ആ വാക്യത്തിലുള്ള? ഇറ്റേണൽ, നിത്യ ഘനം എന്നാണ് നമ്മൾ വായിക്കുന്നത്. തേജസ്സിന്റെ നിത്യഘനം, മൊമെന്ററി ഓപ്പോസിറ്റ് ഇറ്റേണൽ. പിന്നെ മൊമെന്ററി, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ലഘുവാണ്, ലൈറ്റാണ്. നമ്മളെ ശരിയാണ്, നമ്മൾ ഇങ്ങനെ ആയുസ് മുഴുവൻ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു വേദനയാണെങ്കിൽ പോലും നിത്യതയെ കമ്പയർ ചെയ്യുമ്പോൾ, നിത്യതയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം ലഘുവാണ്, ലൈറ്റാണ്, ലഘുവാണ്. അത് എന്നാൽ നിത്യമായിട്ടുള്ള അതൊരു ലഘുവിന് ഓപ്പോസിറ്റായിട്ടൊരു നിത്യഘനം, വെയിറ്റ് ഓഫ് ഗ്ലോറി. ദൈവത്തിൻ്റെ തേജസ്സിനൊരു ആത്മീയമായിട്ടുള്ളൊരു വെയിറ്റ് ഉണ്ട്. നമുക്ക് താങ്ങുന്നതിനനുസരിച്ച്, നമ്മുടെ ആത്മീയ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ദൈവത്തിന് ആ വെയിറ്റ് നമുക്ക് തരാൻ പറ്റുള്ളൂ. നമ്മൾ വളരുന്നതിനനുസരിച്ച്, ഇപ്പം ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ നമ്മൾ വലിയ ട്രങ്ക് എടുത്തുകൊണ്ട് പോകാൻ പറയത്തില്ല, വലിയ സൂട്ട് കേസ് എടുത്തുകൊണ്ട് പോകാൻ പറയത്തില്ല. ഒരു ചെറിയ എന്തെങ്കിലും ഒരു പേരിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പേപ്പർ എടുത്തോളാൻ പറയും. കുറച്ചുകൂടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന് താങ്ങാൻ എടുക്കാൻ പറ്റുന്ന വണ്ണമുള്ള വെയിറ്റ് എടുക്കുന്നു എന്ന് പറയുന്നത് പോലെ, നമുക്ക് ഒരു എത്രമാത്രം ദൈവത്തിൻ്റെ ആ തേജസ് താങ്ങാൻ പറ്റുന്നതിനനുസരിച്ച് ദൈവത്തിന് അത് നമുക്ക് ഇമ്പാർട്ട് ചെയ്യുവാൻ, പകരുവാൻ സാധിക്കത്തുള്ളൂ, നമ്മളുടെ ആത്മീയമായിട്ടുള്ള പക്വതയ്ക്കനുസരിച്ച്. ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. അവിടെ കഷ്ടമാണെങ്കിൽ ഇവിടെ തേജസ്. അപ്പം അങ്ങനെ കാന്തയായിട്ടായിത്തീരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 10ാമത്തെ വാക്യം, 10-11 വാക്യങ്ങൾ, അത് ആ 10-11 വാക്യങ്ങളും കൂടെ ചിലപ്പം വായിക്കുകയും അതിൻ്റെ പോർഷനും കൂടെ വായിക്കുകയും ചെയ്യുമല്ലോ. നമുക്കെല്ലാം ഫുള്ള് ചിലപ്പം അത് ചിന്തിക്കാൻ സമയമില്ലായിരിക്കുന്നെങ്കിലും ആ പോർഷൻ നമുക്ക് വായിക്കാം. വാക്യം 10-11. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ തേജസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. സഭയെക്കുറിച്ച്, വിശുദ്ധ നഗരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം അവൾക്ക് ദൈവ തേജസ്സുണ്ട് എന്നതാണ്. കർത്താവിനെക്കുറിച്ചും യോഹന്നാൻ ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു, കൃപയും സത്യവും നിറഞ്ഞവനായി കണ്ടു. യോഹന്നാൻ 1:14. മണവാട്ടി കൃപയുടെയും സത്യത്തിൻ്റെയും പങ്കാളിത്തം ക്രിസ്തുവിങ്കൽ നിന്ന് പ്രാപിച്ച് ദൈവ തേജസ്സിനാൽ നിറഞ്ഞു വരികയാണ് ഉണ്ടായത്. അവളുടെ ജ്യോതിസ് സ്ഫടിക സ്വച്ഛതയുള്ളതായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവൾ കാപട്യമില്ലാതെ സുതാര്യതയുള്ളവളാണ് എന്നാണ്. എല്ലാ നാട്യങ്ങളിൽ നിന്നും അവൾ തന്നെത്താൻ ശുദ്ധീകരിക്കുന്നു. അകവും പുറവും ഒരുപോലെ ആയതിനാൽ അവൾ ഏറെ സുതാര്യത ഉള്ളവളാണ്. എത്ര ഹൃദ്യമായിട്ടുള്ളൊരു വചനഭാഗം. ആ ഒരു അന്ന് വെളിപ്പെടുവാനുള്ള തേജസ്, അതിനെ ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടമൊക്കെ ഒന്നുമില്ല ഇല്ലേ? ആ ഒരു തേജസ്, അന്ന് ആ തേജസ്സുള്ള കാന്തയായിട്ട് നാം ഓരോരുത്തരും വെളിപ്പെടുവാനുള്ളവരാണ്, അതിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ആ വാക്യ റോമർ 8-ാം അധ്യായത്തിലാണല്ലോ വായിക്കുന്നത്. റോമർ 8-ാം അധ്യായത്തിൽ ഇപ്പോൾ ഉള്ള ചെറിയ കഷ്ടങ്ങളും ഒക്കെ വരുവാനുള്ള തേജസ്സുമായിട്ട് കമ്പയർ ചെയ്ത് പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുന്നത് ഇങ്ങനെയാ. റോമർ 8-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, റോമർ 8:18, റോമൻസ് 8:18 എന്താ പറയുന്നത്? നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്. അതായത് ആ തേജസ്സിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. വായിക്കുമ്പോൾ തന്നെ എത്ര രോമാഞ്ചം കൊള്ളും. അത് എത്ര വലിയൊരു കാര്യമായിരിക്കും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളൊക്കെ, നമ്മൾ പറഞ്ഞത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം,
ഈ കാലത്തിലെ കഷ്ടങ്ങളൊക്കെ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ശരിയാണ്. ചിലപ്പം ചില ഭൗതികമായിട്ടുള്ള കഷ്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കഷ്ടങ്ങൾ, മറ്റു ചിലരിൽ നിന്നുള്ള കഷ്ടങ്ങൾ, ചില സാഹചര്യങ്ങൾ. പക്ഷേ ആ, ഇന്ന് തന്നെ നമുക്ക് ആത്മാവിൽ ആ തേജസ്സിന്റെ ഒരളവ് അധികമായിട്ട് ദൈവം തരും. എന്നാൽ അന്ന് അത് പൂർണ്ണതയിൽ അത് വെളിപ്പെടും. ഓ, കർത്താവ് വരുമ്പോൾ നമ്മളും തേജസ്സിൽ വെളിപ്പെടും എന്നുള്ള വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചു, ക്ലോസർ 3-ന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ ആ തേജസ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ 1 Corinthians 15-ന്റെ 40, 41, 42 വാക്യങ്ങളിൽ കണ്ടു. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ആയിരിക്കും മരിച്ചവരുടെ പുനരുദ്ധാനവും അങ്ങനെ ആയിരിക്കും എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു തേജസ് ആയിരിക്കത്തില്ല. എന്നാൽ എത്രമാത്രം നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിന് ഒത്തവണ്ണം നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിരുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അന്ന് തേജസ് വെളിപ്പെടുന്നത്. കൂടുതൽ കിട്ടിയതിനോട് കൂടുതൽ ചോദിക്കും. ലൂക്കോസ് 12:48. ഈ വാക്യങ്ങളെല്ലാം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞ വാക്യങ്ങളാണ്. അതുകൊണ്ട് ഇനി നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ലൂക്കോസ് 12:48. കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും. അപ്പൊ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞേ? അർപ്പിതയ്ക്ക് 100 രൂപയും പ്രാർത്ഥന നമുക്ക് 10 രൂപയും കൊടുത്തു വിട്ട അതിന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ പ്രാർത്ഥന 10 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. അപ്പോഴും പറയും ഞാൻ 10 രൂപയുടെ വാങ്ങിച്ചുള്ളൂ, ഈ പ്രാർത്ഥന 10 രൂപയുടെ അല്ലേ വാങ്ങിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് 10 രൂപയെ കൊടുത്തുള്ളൂ. അർപ്പിതയ്ക്ക് 100 രൂപ തന്നപ്പോൾ കൂടുതൽ കിട്ടിയവരോട് കൂടുതൽ ചോദിക്കും. ഓ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണല്ലോ, ഇവർക്ക് ഇങ്ങനെ. നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല. അയ്യോ, അവരൊക്കെ അങ്ങനെയാണല്ലോ. ഒരുപക്ഷെ അവരൊക്കെ നിത്യതയിൽ നമ്മളെക്കാളും മുമ്പിൽ കാണുന്ന വെച്ചാൽ അവർക്ക് ചിലപ്പം അത്രയും വെളിച്ചം കാണില്ല. അവർക്ക് വെളിച്ചം കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ട് അവരത് ഘടനപ്പെടുത്തുകയാണെങ്കിൽ അത് വേറെ കാര്യം. എന്നാൽ ചിലപ്പം അവർക്ക് അതിനുള്ള നമുക്കറിയത്തില്ല ദൈവം എങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളാരും സമയത്തിന് മുമ്പ് വിധിക്കേണ്ട എന്നുള്ള കാര്യം ദൈവം എല്ലാവരുടെയും ഹൃദയത്തിലെ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയം ഉണ്ടെന്നൊക്കെ 1 Corinthians 4-ന്റെ 5-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. സോ നമ്മൾ വേറെ ആരും നമ്മൾ വിരളി ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ തന്നെ എനിക്ക് വിരളി ഉണ്ടി, കർത്താവ് ഞാനാണ് പാപി, എനിക്കാണ് കുറവുള്ളത് എന്ന് കണ്ട് നമ്മെ തന്നെ താഴ്ത്തുകയും കർത്താവിനോട് പറ്റിച്ചേരുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്കാലത്തെ ചെറിയ ലഘുവായ കഷ്ടങ്ങളൊക്കെ എന്തുവാ. നമ്മളിനിയിപ്പം 90-100 വയസ്സ് വരെ ജീവിച്ചാൽ പോലും അതൊക്കെ നമ്മുടെ നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. എന്നാൽ വെളിപ്പെടുവാനുള്ള തേജസ് നമ്മൾ തിരിച്ച് ആ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ, വെളിപാട് 21-ന്റെ 10-ാമത്തെ വാക്യം, അവൻ എന്നെ ആത്മവിവശതയിൽ എന്നുള്ള ആ ട്രാൻസ്ലേഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ വിവശത എന്നുള്ള പറയുമ്പം എന്തോ അവശത പോലെയുള്ളൊരു വാക്കായി പോകുന്നു. എന്നാൽ ആത്മവിവശതയിൽ നിന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് സത്യവേദ പുസ്തകക്കാർ ഉദ്ദേശിക്കുന്നത് ആത്മാവിന് അധീനതയിൽ നിന്നുള്ള അർത്ഥത്തിലായിരിക്കും ഒരുപക്ഷെ അവർ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവിന് അധീനതയിൽ, അല്ലെങ്കിൽ ശരിക്കും ആത്മാവിൽ ഉയർന്ന ഒരു വന്മലയിൽ നിന്ന് എഴുതിയാലും അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. ശരിക്കും സത്യവേദ പുസ്തകം വേറെ പല കാര്യങ്ങളിലും ചിലയിടത്തൊക്കെ ഇംഗ്ലീഷിനെക്കാട്ടിൽ കറക്റ്റുള്ള പരിഭാഷ മലയാളത്തിലെ സത്യവേദ പുസ്തകത്തിലുള്ള ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് ഒരു ഭാഷയും പൂർണ്ണമല്ല. ഈവൻ NSBയിൽ തന്നെയും പല ന്യൂനതകളൊക്കെ നമ്മൾ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഒരു പരിഭാഷ അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമാണ്. എന്നാൽ പരിഭാഷ എല്ലാം മനുഷ്യർ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റെതായ ന്യൂനതകളുണ്ട്. എന്നാൽ നമുക്ക് അതിൻ്റെ ആ റൂട്ട് മീനിങ് കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ ഉള്ള ഈ ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ ഉദവികൾ ദൈവം തന്നെ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ തന്നിട്ടുണ്ട്. എൻ ന്യൂമ ഇൻ ദ സ്പിരിറ്റ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇംഗ്ലീഷിൽ അത് കറക്റ്റായിട്ട് ഹി ക്യാരിഡ് മീ എവേ ഇൻ ദ സ്പിരിറ്റ്, ആത്മവിവശതയിൽ എന്നുള്ളതിനെക്കാട്ടിൽ ആത്മാവിൽ ആത്മാവിന് അധീനതയിൽ നിന്ന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആത്മവിവശതയിൽ നിന്ന് അവരുദ്ദേശിക്കുന്നത് മേ ബി അന്നത്തെ പഴയ മലയാളത്തിൽ അങ്ങനെ ആയിരിക്കും, ആ ഒരു അർത്ഥമായിരിക്കും. പക്ഷെ പലപ്പോഴും പലരും എൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം ക്ലാരിഫൈ ചെയ്യുമ്പം പലരും വന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്, വേറെ പറഞ്ഞപ്പോൾ അതുവരെ ഞാൻ വിചാരിച്ചെന്തോ ആത്മവിവശത എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആവശ്യമായിട്ട് ഇങ്ങനെന്തോ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ അത് പറഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഗ്രീക്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായെന്ന് പലരും വന്ന് പറയാറുണ്ട്. ഇപ്പം അതാ എൻ്റെ അവൻ എന്നെ ആത്മാവിൽ, അതായത് പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. അതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. വെളിപാട് 19-ന്റെ വെളിപാട് 17-ന്റെ 9-ാമത്തെ വാക്യത്തില് അവിടെ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീയാണ് കർത്താവിൻ്റെ കാന്തയായിട്ടുള്ള മണവാട്ടി എരിശിലേം. അവിടെ വെളിപാട് 17-ൽ ഒരു സ്ത്രീയുണ്ട്. അവള് ആരുടെ കാന്തയാ? എതിർക്രിസ്തുവിന്റെ കാന്തയായിട്ടുള്ള മഹദിയാം ബാബിലോണാണ്. അവള് ഇരിക്കുന്നത് 7 മലകളുടെ മേലായിരിക്കുന്നത്. വെളിപാട് 17-ന്റെ 9-ല് ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു എന്ന് വായിക്കുന്നുണ്ട്. 7 മലകളുടെ മേലിരിക്കുന്ന സ്ത്രീയാണ്. 7 മലകളുടെ മേലാണ് റോം
സിറ്റി ഓൺ 7 ഹിൽസ്. അപ്പം അത് റോം ആസ്ഥാനമായിട്ടുള്ള സഭ എന്ന് പറയുമ്പോൾ റോമൻ കത്തോലിക്ക സഭ എന്നുള്ള കാര്യവും എന്നാൽ അതിനെ മാത്രം കല്ലേറിയുമല്ല, അതിൻ്റെ ഡോട്ടർ ഹാർലറ്റ്സ് ആയിട്ടുള്ള വേശ്യാപുത്രിമാരായിട്ടുള്ള ഒത്തിരി ഡിനോമിനേഷൻസ് അതിൽ നിന്ന് വന്നിട്ടുള്ള റോമൻ കത്തോലിക്ക സഭയായിരുന്നല്ലോ ആദ്യം. പിന്നെ അതിൽ നിന്ന് യുനോ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതിൽ തന്നെയും ആ ഒരു ഒരു ലോകപരമായിട്ടുള്ള വ്യഭിചാരം, ആത്മീയ വ്യഭിചാരം, ലോകത്തിന് പിന്നാലെ പോകുന്ന ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപത്തിന് പിന്നാലെ, അല്ലെങ്കിൽ പണം, മനുഷ്യമാനം, നേടിയ സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന ഏത് സഭയായാലും, അതിനിപ്പോൾ എന്ത് പേരിട്ട് വിളിച്ചാലും, ഏത് ലേബലിലുള്ളതായാലും, അതെല്ലാം ഈ ഒരു ആത്മീയ വ്യഭിചാരം ബാബിലോണിന്റെ കൂട്ടത്തിൽ പെടുന്നുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതൊരു 7 മലകളുടെ പുറത്ത് ഇരിക്കുക വന്ന ഭയങ്കര മഹതിയായ ബാബിലോണാണെങ്കിൽ, ഇത് ഈ യെരുശലേം, പുത്തൻ യെരുശലേം ഉയർന്ന് ഒരു വൻമലയിലേക്ക് ഇറങ്ങി വരുന്നത്, ആ വൻമലയിലേക്ക് യോഹന്നാനെ കൊണ്ടുപോകുന്നതും അവിടേക്ക് അവിടാണ് ഈ തേജസ്സുള്ളവളായിട്ട് കാന്ത ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നത്. സിറ്റി സെറ്റ് ഓൺ എ ഹിൽ കനോട്ട് ബി ഹിഡൻ. മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കില്ലെന്ന് കർത്താവ് മത്തായി 5:14 പറയുന്ന കാര്യം നമുക്കറിയാം. ഇപ്പം അവിടെ ആ ഒരു മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം എന്ന് പറയുന്നത് ഈ പുത്തൻ യെരുശലേം ആകുന്ന കാന്തയാണ്. നമ്മളുടെ ജീവിതവും അതുപോലെ ആയിരിക്കണം, മലമേൽ വെച്ചിരിക്കുന്ന പട്ടണമായിരിക്കണം. ഈ ആ ഒരു മലയിൽ മേൽ 7 മല, ലോകത്തിൻ്റെ ഒരു പ്രതാപമാണ് 7 മലയൊക്കെ പറയുന്നത്. അത് ബാബിലോൺ, അത് ലോകത്തിന് മുമ്പാകെ മഹത്തരമായിട്ടുള്ളത്, ദൈവത്തിന് മുമ്പാകെ അറപ്പുള്ളതാകുന്നു എന്ന ഒരു വൻമലയിൽ ഉള്ള ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം, ഒരേ ഒരു ദൈവം, കർത്താവിൽ മാത്രം ആശ്രയിക്കുന്ന, എന്നാൽ അത് സിറ്റി സെറ്റ് ഓൺ എ ഹിൽ, എല്ലാവർക്കും കാണത്തക്ക വണ്ണം നമ്മളൊരു പരസ്യ സാക്ഷിയായിട്ട് ആയിട്ടുള്ള ഒരു കർത്താവിൻ്റെ സാക്ഷിയായിട്ടായിരിക്കാനും തേജസ്സുള്ളവളായിരിക്കാനും ഒക്കെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഒരു സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തേജസ് യോഹന്നാൻ കണ്ട് കൃപയും സത്യവും നിറഞ്ഞ ആ തേജസ് എന്ന് പറഞ്ഞതുപോലെ അതേ തേജസ് തന്നെ പ്രാപിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ കാന്തയും അന്ന് വെളിപ്പെടുമല്ലോ. കർത്താവെ, അന്ന് കാന്തയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്കും വെളിപ്പെടാൻ കർത്താവെ ഞങ്ങളും വാഞ്ചിക്കുന്നു. ഞങ്ങൾ എത്ര കുറവുള്ളവരാണ് കർത്താവെ, ഞങ്ങളാരും യോഗ്യരല്ല. എങ്കിലും കർത്താവെ, ഞങ്ങൾക്ക് അങ്ങ് തന്നിട്ടുള്ള വെളിച്ചത്തിനോട് പരിപൂർണ്ണമായിട്ടും വിശ്വസ്തരാകുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് അതിൽ തന്നെ മെഴുകിക്കൊണ്ടിരിക്കാൻ കർത്താവെ, അതിൽ തന്നെ വീണടുത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങളെ അനുവദിക്കല്ലേ കർത്താവെ. കർത്താവെ, പാപത്തിൽ വീണുപോയാലും ഉടനടി മാനസാന്തരപ്പെട്ട് കർത്താവെ അവിടുത്തോട് പറ്റിച്ചേർന്ന് ആ പൂർണ്ണതയിലേക്ക് ആയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ചും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള ഒരു മാനസാന്തരം ഞങ്ങൾക്ക് തരണമേ. പാപത്തെക്കുറിച്ചുള്ള ഒരു പാപബോധം കർത്താവെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സഹായിച്ചാട്ടെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയായിട്ട് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അവിടത്തേക്ക് തരുന്ന കർത്താവ്, അവിടുന്ന് ഞങ്ങളെ നിയന്ത്രിച്ചാട്ടെ. ആ മേഘസ്തംഭവും അഗ്നിസ്തംഭവും പോലെ കർത്താവ് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ജീവിതം അവിടത്തേക്കുള്ളതാണ്. ഞങ്ങൾ കർത്താവ് കണ്ടതുപോലെ ഒരു ഭോഷ്കോ ഒരു കാപട്യോ ഒന്നുമില്ലാതെ സുതാര്യതയോടെ കർത്താവെ, നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കർത്താവെ, ആ ഒരു സ്വാഭാവികതയോടെ അവിടുത്തെ കർത്താവെ കാന്തയായിട്ട് ഒരു അഭിനയമില്ലാതെ, കാപട്യമില്ലാതെ, മുഖംമൂടിയില്ലാതെ കർത്താവെ സ്വാഭാവികതയോടെ സത്യസന്ധമായിട്ട് കർത്താവെ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ഇവിടുത്തെ തേജസ്സിൻ്റെ നിത്യഘനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും അധികമായിട്ട് ഒരു ദിവസവും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥനയായിട്ട് സ്തുതിക്കുന്നു. എല്ലാ യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.